നിപ പ്രതിരോധത്തിൽ ആരോഗ്യവകുപ്പിനും ജില്ലാ ഭരണകൂടത്തിനുമിടയിൽ ഏകോപനക്കുറവുണ്ട് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വിമർശനം. ഉത്തരവാദിത്തപ്പെട്ടവർക്കിടയിൽ പോലും ആശയക്കുഴപ്പമുണ്ട് എന്നും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര ജാഗ്രതയില്ല എന്നും ആരോപണം. ആരോഗ്യവകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ചൊല്ലിയുള്ള വിമർശനങ്ങൾക്കിടെ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ നേരിട്ടേകോപിപ്പിക്കാൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ടെത്തി. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ ICMR-ന്റെ വിദഗ്ധ സംഘം പങ്കെടുത്തു. എന്നാൽ പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് പിന്നാലെയുള്ള ഈ ഇടപെടൽ ഏകോപനത്തിലെ പോരായ്മകൾ പരിഹരിക്കാനുള്ള അടിയന്തര ശ്രമമാണ്. നിപയെപ്പോലും CPM രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്നാണ് ആരോഗ്യമന്ത്രിയുടെ ആക്ഷേപം. ഒരു പകർച്ചവ്യാധിയെ നേരിടുമ്പോൾ ഏറ്റവും പ്രധാനം ശാസ്ത്രീയമായ സമീപനവും സമയബന്ധിതമായ ഇടപെടലും വിവിധ ഏജൻസികൾ തമ്മിലുള്ള കൃത്യമായ ഏകോപനവുമാണ്. അപ്പോൾ കേരളത്തിൽ അതുണ്ടോ എന്നതാണ് ചോദ്യം. അതോ ഏകോപനക്കുറവെന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിൽ വസ്തുതകളുണ്ടോ? നിപ ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികളെ നേരിടുന്നതിൽ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം എത്രത്തോളം സജ്ജമാണ്? രോഗത്തിനെതിരായ പോരാട്ടത്തിൽ കേരളം ഒരുമിച്ച് നിൽക്കുന്നുണ്ടോ? അതോ രാഷ്ട്രീയം ആരോഗ്യ ആശങ്കകളെ മറികടക്കുന്നുണ്ടോ? ഇതാണ് ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദീകരണവുമായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തന്നെ എത്തി. അദ്ദേഹം കോഴിക്കോട്ടെത്തി. അവിടെ ആ പരിശോധനകൾ നടക്കുന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി. അതുപോലെ അവിടെ ഏകോപനം നടത്തുന്ന കാര്യത്തിലൊക്കെ അതിന് നേതൃത്വം നൽകുകയും ചെയ്തു. വൈറസ് ബാധിച്ച വ്യക്തിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്, നിലവിൽ വെന്റിലേറ്ററിലാണ് എന്ന് മന്ത്രി വ്യക്തമാക്കുന്നു. ചികിത്സയുടെ ഭാഗമായി 10-ാം തീയതി കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയ രോഗിക്ക് റിവാബിൻ മരുന്ന് നൽകിയിട്ടുണ്ട്. ഇതിന് പുറമെ ജൂൺ 12 മുതൽ മോണോക്ലോൾ ആൻറ്റിബോഡിയൊക്കെ നൽകുന്നുണ്ട്. അങ്ങനെ മുരളീധരൻ അതിൻ്റെ ഏറ്റവും സങ്കീർണമായ കാര്യങ്ങളിലേക്ക് ഇടപെടുകയാണ്. അപ്പോൾ നിലവിൽ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പലരുടെയും പരിശോധന ഫലങ്ങൾ നെഗറ്റീവാണ് എന്ന് പറയുന്നു. ഇതുവരെ 30 പരിശോധനകൾ നടത്തിയതൊഴികെ ബാക്കി 29 പേരുടെയും നെഗറ്റീവാണ്. 4 പേർ ഹൈറിസ്ക് വിഭാഗത്തിലുണ്ട്. അങ്ങനെ നിപ പ്രതിരോധത്തിന് ഒരു വലിയ മുന്നേറ്റം സംസ്ഥാനത്തിന് നടത്താൻ കഴിയുന്നു എന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി അറിയിക്കുന്നത്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം ഡിവിഷനിൽ 320 വീടുകളിലായി 1047 പേരെ സർവേ നടത്തിയതിൽ ആർക്കും നിപ ലക്ഷണങ്ങൾ ഇല്ല. ഡോക്ടർ MP മണി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഡോക്ടർ MP മണി, അങ്ങ് ഈ ആരോഗ്യരംഗത്ത് ദീർഘകാലം പ്രവർത്തിച്ച ആളാണല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു പകർച്ചവ്യാധി സംസ്ഥാനത്തെ പിടിച്ചിരിക്കുന്നു. ഇത് എല്ലാ മഴക്കാലത്തും വരുന്നതാണ്. ഇതുവരെ ഇപ്പോൾ ഷിഗല്ലയാണെങ്കിൽ 135 പേർക്ക് ഷിഗല്ല ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഒരു ഏകോപനക്കുറവുണ്ട് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ശരിയാണോ? അതോ ഇത് വെറും ഒരു രാഷ്ട്രീയ ഒരു ആയുധമാക്കി ഇതിനെ ഉപയോഗിച്ചതാണ്? ഇവിടെ ഈ ആരോഗ്യം എന്ന് പറയുന്നത് ഒരു ശാസ്ത്ര വിഷയമാണ്. ഇത് രാഷ്ട്രീയക്കാർക്ക് കൈകാര്യം ചെയ്യാൻ അറിയില്ല. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം രോഗാണുക്കൾക്ക് രാഷ്ട്രീയം അറിയില്ല, രാഷ്ട്രീയക്കാർക്ക് രോഗാണുക്കളെയും അറിയില്ല എന്നുള്ളതാണ്. ഇതൊരു വലിയ വിഷയമാണ് ഇവിടെ. അതായത് വൈദ്യശാസ്ത്ര രംഗത്ത് ആഗോള തലത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരുപാട് അറിവുകൾ ദിവസേന പറഞ്ഞ പോലെ പുറത്തു വരുന്നുണ്ട്. ഇപ്പോ 11 വർഷം മുമ്പ് വന്ന അമേരിക്കയിൽ നിന്ന് ഒരു അറിവിൽ പ്രമേഹ രോഗികൾ പ്രമേഹത്തിന്റെ മരുന്നുകൾ കഴിക്കേണ്ട എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇതൊന്നും ആവശ്യമില്ല. ഇവിടെ പുതിയ അറിവുകൾ പറഞ്ഞാൽ ഗുണ്ടായിസം വരും. ഞാൻ 2001 ഒരു പുതിയ വൈദ്യശാസ്ത്ര സിദ്ധാന്തം ബെഞ്ച് യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിച്ചു. അതോട് സ്വീകരിച്ചു. പക്ഷെ ആയുർവേദലോബി അത് ഗുണ്ടായിസവർക്ക് എന്റെ പേര് അട്ടിമറിച്ചു. അപ്പോ കേരളത്തിന്റെ പ്രത്യേകത ഇതാണ്. നമ്മള് ഈ ആരോഗ്യ മേഖലയിൽ ആഗോളതലത്തിൽ പുറത്തു വരുന്ന പുതിയ അറിവുകൾ അതാത് കാലത്ത് തന്നെ ഇവിടെ ഡോക്ടർമാർ പഠിക്കുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ ഇവിടെ ജലദോഷം മുതൽ ക്യാൻസർ വരെയുള്ള രോഗങ്ങളിൽ അത്ഭുത രോഗശാന്തികൾ സാധ്യമാണ്. അപ്പോ ഇതുകൊണ്ടാണ് നമ്മുടെ വിശിഷ്ട വ്യക്തികൾ അമേരിക്കയിലേക്ക് പോകുന്നത്. അവിടെ പുതിയ അറിവുകൾ മാത്രമാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇവിടെ അതിനുള്ള സാധ്യതയില്ല. നമ്മൾ കുറച്ചും കൂടി ഒരു കൺസർവേറ്റീവ് അപ്രോച്ച് ആണോ മെഡിസിനിൽ സ്വീകരിക്കുന്നത്? അല്ല. നമ്മള് ഇവിടെ ഒരു വ്യവസ്ഥയില്ല. ഇവിടെ നമ്മളൊരു സ്പെസിമെൻ 4 ലാബിൽ കൊടുത്താൽ 4 റിസൾട്ടാണ് കിട്ടുന്നത്. ഒരു രോഗി 4 ഡോക്ടർമാരെ കണ്ടാൽ 4 ഒപ്പീനിയനാണ് വരുന്നത്.
അപ്പൊ രോഗിയും ആകെ ആശയക്കുഴപ്പത്തിലാകും, രോഗിയുടെ കൂടെ പോയ ആൾ അതേ ആശയക്കുഴപ്പത്തിലാകും. ഉള്ളൂ. ഇവിടെ കുത്തഴിച്ച് കിടക്കുകയാണ് ഇത് ഈ പേശന. ഇവിടെ ഒരു ശുദ്ധി കലശം വളരെ അത്യാവശ്യമായി വന്നിരിക്കുന്നു. അപ്പൊ ഇതിന് എന്ത് മാറ്റം സർക്കാരിന് കൊണ്ടുവരാൻ കഴിയും? സർക്കാർ ആണെങ്കിൽ ഇപ്പോൾ ആരോഗ്യ വകുപ്പ് DHSുമായൊക്കെ തർക്കത്തിലാണ്, ഡയറക്ടറുമായി. അതിന് നമ്മൾ ആദ്യം നടപ്പിലാക്കേണ്ടത് ഈ വിദേശത്തുനിന്ന് വരുന്ന ഏറ്റവും, നമ്മുടെ നാട്ടിൽ ഒരു പഠനം നടക്കുന്നില്ല, വിദേശങ്ങളിൽ ധാരാളം പഠനങ്ങൾ നടക്കുന്നുണ്ട്. ആ വിവരങ്ങൾ അവർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഡോക്ടർമാർ കാലാനുസൃതമായി അറിവ് പുതുക്കുക എന്നുള്ളതാണ്. പിന്നെ രോഗനിർണയത്തിലും ചികിത്സയിലും അത് മാത്രം പ്രയോജനപ്പെടുത്തുക, അത്രേ ചെയ്യേണ്ട കാര്യമുള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട. പക്ഷേ ഈ ആരോഗ്യമന്ത്രി ആരോഗ്യ രംഗത്തൊരു വിദഗ്ധനല്ല, പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും പാളിച്ചയുണ്ടോ, അതോ സംശയമുണ്ടോ? അതായത് ഏറ്റവും ഇല്ലെങ്കിൽ ഈ പ്രഗത്ഭരായ വ്യക്തികളെ ഉപദേശികളാക്കി വെക്കണം. അതൊരു ഡോക്ടറെ വെച്ചോണ്ടല്ല, ഡോക്ടർ അപ്ഡേറ്റ് ചെയ്ത ഡോക്ടറായിരിക്കണം, എന്നാൽ പ്രയോജനമുണ്ട്. ഈ സർക്കാരിന്റെ ഒരു ഏകോപനം എത്രമാത്രം ഇതിൽ വളരെ നിർണായകമാണ് ഡോക്ടറെ? അതായത് നേരത്തെ പറഞ്ഞ രാഷ്ട്രീയക്കാർക്ക് രോഗാണുക്കളെ അറിയില്ല, രോഗങ്ങളെ അറിയില്ല, അതാണ് വിഷയം. വലിയ പ്രശ്നമാണ്. ഓക്കെ, അപ്പൊ വളരെ വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ രാമകൃഷ്ണൻ കൂടി എന്നോടൊപ്പം ചേരുന്നത് പാറശാലയിൽ നിന്നാണ്. ശ്രീ രാമകൃഷ്ണൻ, നമ്മൾ ആരോഗ്യരംഗത്തുള്ള ആളുകളുടെ പ്രതികരണം ഞാൻ ധാരാളം പ്രതീക്ഷിക്കുകയാണ്. ശ്രീ രാമകൃഷ്ണൻ ആരോഗ്യരംഗത്തൊക്കെ മറ്റു പ്രവർത്തിച്ചിട്ടുണ്ടോ ആളാണ്? നമസ്തേ സാർ, എന്റെ പേര് രാമചന്ദ്രൻ, SP രാമചന്ദ്രൻ നായർ, പാറശാല. രാമചന്ദ്രനോ? രാമചന്ദ്രൻ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണോ? ഇല്ല സാർ, എനിക്ക് ആരോഗ്യമേഖല കുറെയൊക്കെ അറിയാൻ പറ്റും. പക്ഷെ സാർ ഇപ്പോഴത്തെ ആരോഗ്യ മേഖല വളരെ മോശമാണ്, കുത്തഴിഞ്ഞ രീതിയാണ്. ആ കറക്റ്റായ ഒരു സംവിധാനം ഇല്ല. എന്തായാലും അങ്ങേക്ക് ഒരു കുഴപ്പം തോന്നിയത് എന്താണ് സാർ? ഞാൻ ഈ ഇടയ്ക്ക് അടുത്ത കാലത്ത് ഒരാഴ്ചക്ക് മുമ്പ് മെഡിക്കൽ കോളേജിൽ പോയി, ഒരു 2 ആഴ്ചക്ക് മുമ്പ്. അവിടുത്തെ പഴയ രീതിയൊന്നുമില്ല, വർഷങ്ങൾക്ക് മുമ്പുള്ള രീതിയൊന്നുമില്ല. പക്ഷെ ഞാൻ രാഷ്ട്രീയമൊന്നും ഇല്ലാതെ പറയുകയാണെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യം, 15 വർഷത്തിന് മുമ്പ് നമ്മുടെ ശ്രീമതി ടീച്ചർ ഇരുന്നപ്പോൾ ഉള്ള ആ ഒരു രീതിയൊന്നും ഇപ്പൊ ഇല്ല. ഇപ്പൊ നമ്മൾ ഒരു സാധാരണ ഒരു മെഡിക്കൽ കോളേജ് പോവുകയാണെങ്കിൽ, നമ്മൾ തിരുവനന്തപുരത്തുകാരാണ്, അസുഖങ്ങൾ വന്നാൽ താലൂക്ക് ആശുപത്രി കഴിഞ്ഞാൽ അടുത്ത് പോകുന്നത് മെഡിക്കൽ കോളേജാണ്. ഈ മെഡിക്കൽ കോളേജ് നമ്മൾ OP എടുത്ത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് അസുഖമാണെന്ന് ആദ്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അടുത്ത ഒരുപാട് ഡോക്ടർമാർ, അവിടുത്തെ ഹൗസ് സർജൻസ്, അവിടുത്തെ ജൂനിയർ ഡോക്ടർ മുതൽ പ്രൊഫസേഴ്സ് വരെ ഉണ്ട്. ഇപ്പൊ ആ സംവിധാനമൊന്നും ഇല്ല സാർ. ആർക്കാണ് എന്താണ് എന്നല്ല, ഒരു ചന്ത പോലെയാണ് ഇപ്പോഴത്തെ കാര്യം. ചന്ത പോലെയുമല്ല, ശമ്പളം വാങ്ങിക്കുക, പോവുക എന്നുള്ള ചിന്ത, അല്ലാതെ ഏത് ആശ്വാസമൊന്നുമില്ല സാർ. ഈ ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ സാർ ഈ ബസ്സിന് ഫ്രീ ആയിട്ട് കൊടുത്താൽ ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും സാറേ. ഇപ്പൊ എല്ലാവരും പ്രൈവറ്റിനെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ്. അത് പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് ഒരു കാശ് വാങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നത്. മെഡിക്കൽ കോളേജിൽ പോയപ്പോ അവിടെ വേണ്ടത്ര ഇത് കിട്ടിയില്ലെന്നാണ് പറയുന്നത്. എന്താണ് കിട്ടാതിരുന്നത്? മരുന്ന് കിട്ടിയില്ലേ സാർ? ആരോട് പറയണം, എന്താണ് പറയണമെന്നൊന്നും അറിയില്ല. ഒരു സംവിധാനവും ശരിയല്ല സാർ. കുറെ റൂമുകൾ ഇങ്ങനെ ിട്ടുണ്ട്, നല്ല ശീതീകരിച്ചിട്ടുണ്ട്, നല്ല ഇരിക്കാൻ കസേരകളുണ്ട്, ശീതീകരിച്ച മുറിയുണ്ട്, ഇരിക്കാൻ കസേരയുണ്ട്. പിന്നെ എന്തായിരുന്നു പ്രശ്നം സാർ? നമ്മുടെ കാര്യം മനസ്സിലാക്കാൻ അറിവുള്ള ഡോക്ടർമാരില്ല സാർ അവിടെ. സാർ ഒരു ദിവസം നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഞാൻ തിരുവനന്തപുരത്തെ സർക്കാർ ആശുപത്രിയിലാണ് പോകുന്നത്. ഞാൻ പോകുന്നത് നമ്മുടെ ഫോർട്ട് ആശുപത്രിയിലാണ്. അവിടെ നല്ല ഒരു ഇതാണ്, ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഒരു ടോക്കൺ എടുക്കുക, 5 രൂപ കൊടുത്താൽ ഡോക്ടറെ കാണാം. അതെ 500 രൂപ കൊടുത്ത 5 രൂപ. 5 രൂപ സാർ, എന്റെ കയ്യിൽ കാശില്ല. അല്ല 5 രൂപയൊക്കെ അല്ല ഇല്ലാത്ത ആളുകൾ, അതിദരിദ്രർ ഇല്ലാത്ത കേരളത്തിൽ ഉണ്ടാവുമോ? 5 രൂപ മരുന്നൊക്കെ അവിടുന്ന് സൗജന്യമായി. ഞാൻ അങ്ങനെയാണ് ഇതുവരെ ചികിത്സിച്ചിട്ടത്. അപ്പൊ അങ്ങ് പറയുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞ സർക്കാർ ആശുപത്രി. അപ്പൊ ശ്രീമതി ടീച്ചറുടെ കാലത്ത് ഇതൊക്കെ നല്ലതായിരുന്നു. ശ്രീമതി ടീച്ചറുടെ കാലത്ത് ശരിക്കും മെഡിക്കൽ കോളേജും SITയും എല്ലാം വളരെ ഭംഗിയായിരുന്നു. ടീച്ചറുടെ കാലത്തോ? സാർ അല്ല, അത് അത്ര പോലെയായിരുന്നു. ശ്രീമതി ടീച്ചറുടെ കാലത്ത് ശ്രീമതി ടീച്ചർ എവിടെന്നെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ വലിയ സന്തോഷമാവും. ടീച്ചർ ആരോഗ്യ വിദഗ്ധയൊന്നും ആയിരുന്നില്ല, പക്ഷെ നല്ല മന്ത്രിയായിരുന്നു എന്നാണ് ഞാനും ഓർക്കുന്നത്. നല്ല പ്രവർത്തനം. അവര് നമുക്ക് അവരോട് കാര്യങ്ങൾ പറയാമായിരുന്നു. പിന്നെ സാർ ആശുപത്രിയായി വെച്ചിരുന്നു. പ്രൈവറ്റ് സർക്കാർ ആശുപത്രിയല്ല, നല്ല ഭംഗിയായി വെച്ചിരുന്നു. ഞാൻ ഒരു ദിവസം പോലും അവരുമായിട്ട് സംസാരിച്ചിട്ട് പോലുമില്ല. എന്നെ അവർക്കറിയില്ല.
പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയാണ് ശ്രീമതി ടീച്ചർ കാലത്ത് നല്ല ആളായിരുന്നു. അതിനു മുമ്പ് വളരെയധികം ആശുപത്രികൾ കുത്തഴിഞ്ഞു കിടന്ന ആശുപത്രികളെ എല്ലാം വളരെ ഭംഗിയായി വൃത്തിയാക്കി പല മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവന്ന് ശ്രീമതി ടീച്ചറാണെന്നാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. അപ്പം നിപ ബാധിച്ച രോഗികൾക്ക് രോഗിയുടെ നിലവിലെ ആരോഗ്യനിലയിൽ മാറ്റമില്ല എന്നാണ് അപ്പോൾ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ആദ്യ ഡോസ് മോണോക്ലോണൽ നൽകിക്കഴിഞ്ഞു. മരുന്ന് വിദേശത്തു നിന്നാണ് കൊണ്ടുവന്നത്. നിപ മരുന്ന് ലഭ്യമല്ല എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്ന് പിന്നെ നമ്മുടെ ആരോഗ്യമന്ത്രി പറയുന്നു. 12-ന് തന്നെ ആൻറ്റിബോഡി നൽകി. ആൻറ്റി വൈറൽ മരുന്ന് ഇന്ത്യയിൽ ഇല്ല. അപ്പോൾ 2021 ശേഷം മരുന്ന് വാങ്ങിയിട്ടില്ലെന്നാണ് വിവരം എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ഫലമൊക്കെ നെഗറ്റീവാണെന്നത് വലിയ ആശ്വാസം നൽകുന്നു. പല പ്രദേശത്തൊക്കെ സർവേ നടത്തി ആളുകൾക്ക് രോഗലക്ഷണമില്ല. ഏതായാലും ആരോഗ്യമന്ത്രി കോഴിക്കോട് ക്യാമ്പ് ചെയ്ത് ഇപ്പോൾ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ആരോഗ്യമന്ത്രി അവിടെ ചെന്നില്ല അല്ലെങ്കിൽ പോയില്ല എന്നുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം പിന്നെ ആരോഗ്യമന്ത്രി തള്ളിക്കളയുന്നു. വിമർശനം തൻ്റെ നേർക്കുള്ളതാണ് എന്ന് പറഞ്ഞ മന്ത്രി 2018 സാഹചര്യമല്ലെന്നും അതുമായി താരതമ്യം ചെയ്യരുത് എന്നുമൊക്കെയാണ് പറയുന്നത്. മികച്ച ഏകോപനം സാധ്യമാവുക തിരുവനന്തപുരത്ത് നിൽക്കുമ്പോഴാണ് എന്ന് മന്ത്രി പറയുന്നു. വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കരുതെന്ന് മന്ത്രി പിണറായി അമേരിക്കയിലായിരുന്നു മന്ത്രിസഭാ യോഗം കൂടിയതെന്നൊക്കെയുള്ള പരിഹാസങ്ങളും കെ മുരളീധരൻ നടത്തുകയാണ്. അപ്പോൾ എന്നോടൊപ്പം ഫാദർ സാമുവൽ കൂടി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. ഫാദർ സാമുവൽ, ഇപ്പം നമ്മൾക്ക് ഇങ്ങനെ കുറച്ച് ഇതുള്ളതുകൊണ്ടാണ് അങ്ങയുടെ അഭിപ്രായം എന്താണ് ഈ കോഴിക്കോട് സംഭവിക്കുന്ന ആരോഗ്യ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വിമർശനങ്ങള് സ്വാഗതാർഹമാണ്. ആ വിമർശനം വരുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ തക്കവണ്ണം ആരോഗ്യമന്ത്രിയും ഡോക്ടേഴ്സും മുൻകൈ എടുക്കണം. ഡോക്ടേഴ്സിന്റെ അഭാവം, നേഴ്സസിന്റെ കുറവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നികത്തണം. എങ്കിൽ ഇതിൽ നമ്മൾ നിയന്ത്രണത്തിൽ ഉള്ള ആരോപണമാണ് ഞാൻ ചോദിക്കുന്നത്. നിബയില് ശരി, വ്യക്തമാണ്. അപ്പൊ എന്നോടൊപ്പം സൂപ്പി ചുരുങ്ങിയ വാക്കുകളിൽ. എന്റെ അഭിപ്രായത്തിൽ ഈ സർക്കാരിനെയോ മറ്റേ ഇതൊക്കെ കുറ്റപ്പെടുത്തിയ കാര്യമില്ല. കാരണം ജനങ്ങൾ ആദ്യം എന്താക്കണം, ഇത്തരം രോഗങ്ങൾ വരുന്നതിന് മുമ്പുള്ള ഒരു അടിയന്തര ഇതെടുക്കണം, മുൻകരുതൽ എടുക്കേണ്ടത്. ശരി, സുധീർ എന്നോടൊപ്പം ചേരുന്ന തൃത്താലിൽ നിന്ന് നിറയെ പ്രേക്ഷകരെ എന്നോടൊപ്പം ഉള്ളത് കൊണ്ടാണ്. സുധീർ, ചുരുങ്ങിയ വാക്കുകളിൽ. പിന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് നല്ല പിന്തുണ കൊടുക്കുക നമ്മളെ ഗവൺമെന്റ്. ഒരു ഏകോപനം ഇല്ലെങ്കിൽ ഇതിപ്പോ നമ്മളൊരു മാതൃക ഉണ്ടല്ലോ, ഒരു 5 വർഷത്തിന്റെ ഉള്ളിൽ നിപ്പയും കോവിഡും ഇതൊക്കെ ഒരു മാതൃക വന്നിട്ടുണ്ട്. അപ്പൊ ആ മാതൃക പിന്തുണ വേണ്ടിട്ട് സർക്കാർ എന്ത് ചെയ്യണം? സർക്കാർ ആരോഗ്യ പ്രവർത്തകർക്ക് നല്ല പിന്തുണ കൊടുക്കണം. സർക്കാരിന്റെ അതിന് വിട്ട് രണ്ട് തട്ടിലാണ് ഇപ്പൊ കാണിക്കുന്നത്. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പം ശ്രീ മുഹമ്മദ് മഞ്ചേരി ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം മനസ്സാറേ. നമസ്കാരം. പിന്നെ ബഹുമാന്യ മന്ത്രി പിന്നെ ഒരു സൽസ്വഭാവിയായിരുന്നു. പിന്നെ എങ്ങും വിശേഷിച്ച് പണിയൊന്നുമില്ലാതൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഇപ്പൊ ഞാൻ ഒരു പിന്നെ ആരോഗ്യമന്ത്രിയൊക്കെ ആയത്. അപ്പൊ ഉടനെ തന്നെ ഇപ്പൊ പിന്നെ DHSനെ മാറ്റി. പിന്നെ വേറെ പണിയൊന്നുമില്ല. അപ്പൊ എല്ലാവരെയൊക്കെ തിരിച്ചുകൊണ്ട് ഇങ്ങനെ. പിന്നെ ആനയാണെങ്കിൽ ചവിട്ടും, പാമ്പാണെങ്കിൽ ചവിട്ടും. ഞാൻ ഈ നിപ പ്രതിരോധത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഓക്കെ, അങ്ങയുടെ അഭിപ്രായം വ്യക്തമാണ്. ഓക്കെ, അപ്പൊ ജയകുമാർ എന്നോട് ഇപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം എന്ന് പറയുന്നുണ്ട്. നിപ വൈറസ് വന്നിരിക്കുന്നപ്പോൾ കെ മുരളീധരൻ മുൻകാലങ്ങളിൽ എന്താണോ പറഞ്ഞത് അത് വിഴുങ്ങേണ്ടി വന്നല്ലോ എന്ന് എന്നോട് ഗൗതം, നമ്മുടെ കാസർഗോഡുള്ള നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ എന്നോട് പറയുന്നു. ശ്രീ ബിനുകുമാർ ചടയമംഗലത്ത് നിന്ന്. ബിനുകുമാർ, ചുരുങ്ങിയ വാക്കുകളിൽ. ഹലോ. അതെ സാറേ, നമ്മുടെ ഈ കെ മുരളീധരൻ എന്ന് പറയുന്നത് ഒരു സീനിയർ പൊളിറ്റീഷ്യൻ ആണ്. പക്ഷെ അദ്ദേഹം ഈ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളില്ല ഉണ്ടെന്ന് തോന്നുന്നു. കുറെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ഒരു പരിപാടി അദ്ദേഹത്തിന് ഇല്ല എന്നാണ് താങ്കളുടെ അഭിപ്രായം? ഇല്ലെന്ന് പറയുന്നത് പിന്നെ അതിനകത്ത് ഏകോപനം ഈ പല മന്ത്രിമാരും തമ്മിലുള്ള ഒരു ഏകീകരണത്ത് വരണം. നിപ എന്ന് പറയുന്നത് എല്ലാ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ക്രോഡീകരിക്കേണ്ട ഒരു കാര്യമാണ്. അത് പക്ഷേ താങ്കളുടെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ശരി, ഓക്കെ. അപ്പോൾ എന്നോടൊപ്പം ഗൗതം, നിപ വൈറസ് വന്നിരുന്നപ്പോൾ കെ മുരളീധരൻ മുൻകാലത്ത് പറഞ്ഞ ഇതൊക്കെ വിഴുങ്ങേണ്ടി വന്നു എന്ന് ഉള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുന്നു. കിഷോർ കോന്നി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. നമസ്കാരം മനു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ കൃഷ്ണൻകുട്ടി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ഒരു രോഗം വന്നാൽ ഒരു മന്ത്രി ആ ജില്ലയിൽ വന്ന് ഏകോപനം നടത്തേണ്ടേ എന്നെന്നോട് ചോദിക്കുന്നു. സ്വാഭാവികമായും അങ്ങനെ ചെയ്യേണ്ടതാണ്. നമ്മുടെ ആരോഗ്യമന്ത്രി
മന്ത്രിമാരൊക്കെ വളരെ ആക്റ്റീവായിരുന്ന ഒരു നാടാണ് കേരളം. അപ്പോൾ കെ മുരളീധരനും പറയുന്നത് തിരുവനന്തപുരത്ത് ഇരുന്നാലാണ് തനിക്ക് കുറെ കൂടി വേഗത്തിൽ നിർദ്ദേശങ്ങൾ ആളുകൾക്ക് നൽകാൻ കഴിയുക. അപ്പോൾ ഒരു സ്ഥലത്ത് വന്നു എന്ന് പറഞ്ഞാൽ ഉടനെ അവിടെ ചെന്നാൽ മാത്രം പോരാ, സംസ്ഥാനത്ത് മറ്റിടങ്ങളിലത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷിഗല്ല മറ്റു പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എല്ലാം കൂടി ഏകോപിപ്പിക്കാൻ പറ്റിയത് തിരുവനന്തപുരത്ത് നിന്ന് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട്. അപ്പോൾ നിപ എന്ന് വെച്ചാൽ പനി, മറിച്ചിട്ട് പേരല്ല എന്ന് എന്നോട് പിന്നെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ശശിധരൻ പിള്ള. ശശിധരൻ പിള്ള എപ്പോഴും കാര്യങ്ങൾ വളരെ ഹാസ്യാത്മകമായി ഇങ്ങനെ പറയും, പക്ഷേ വളരെ ഗൗരവത്തോടുകൂടിയുള്ള കാര്യങ്ങളാണ് അതിൽ ഉള്ളത്. അപ്പോൾ എന്നോടൊപ്പം നമ്മുടെ പ്രേക്ഷകൻ പീതാംബരൻ ചേരുന്നു എറണാകുളത്ത് നിന്ന്. ശ്രീ പീതാംബരൻ. ഹലോ. ചുരുങ്ങിയ വാക്കുകൾ. അതെ, ഞാൻ പറയാം. അതെ, ഇതിപ്പോ ഈ മന്ത്രിമാരെന്ന് പറയുന്നത് ഈ രാഷ്ട്രീയത്തിന്റെ പുറകെ കൊള്ളച്ചതിയും കളവും പിരിച്ചും നിന്ന് നാട്ടുകാരെ പിടിപ്പിക്കുന്ന എല്ലാ കാലത്തും അവരെല്ലാമാണ് ഇതിന്റെ മന്ത്രിമാരായിട്ട് വരുന്നത്. ഉദ്യോഗസ്ഥന്മാരെ പഴിയാറിയിട്ട് കാര്യമില്ല. ആരോഗ്യ രംഗത്ത് നല്ല വിദഗ്ധരെ ഇരുത്തണം. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, കൃത്യമാണ്. അപ്പൊ എന്നോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നത് ബിനോയ് ആണ്, കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്. ചുരുങ്ങിയ വാക്കുകളിൽ നമുക്കിന്ന് നിറയെ പ്രേക്ഷകർ വന്നതുകൊണ്ടാണ്. അപ്പോൾ കെ മുരളീധരന്റെ പ്രകടനത്തെ ബിനോയ് എങ്ങനെ വിലയിരുത്തുന്നു? എത്ര മാർക്ക് കൊടുക്കും അദ്ദേഹത്തിന്? 10-ൽ 10 100-ൽ 100 1000-ൽ 1000. എന്താ കുഴപ്പം? എന്താ മൊത്തം മാർക്കും കൊടുക്കും. അപ്പൊ ഈ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അടിസ്ഥാനരഹിതമെന്നല്ല, പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കേണ്ട കാര്യങ്ങൾക്ക് ഉന്നയിക്കണം. ഇതിപ്പോ ഒരു ഗവൺമെന്റ് ചാർജ് എടുത്ത് 26 ദിവസം കഴിയുമ്പോൾ തന്നെ വെറുതെ ആരോപണമായി വന്നിട്ട് കാര്യമില്ല. ഒറ്റക്കെട്ടായി നിന്ന് ഈ പ്രതിസന്ധി, ഒരു രോഗം വരുന്നത് സർക്കാരിന്റെ കുഴപ്പമൊന്നുമല്ല. 25 ദിവസം പ്രസവിച്ചിട്ട ഒരു കുഞ്ഞിനെ പോലെയാണ്, നമുക്കറിയാം. അപ്പൊ അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്ന് ശക്തമായി ഈ രോഗത്തിനെതിരെ പൊരുതുക എന്നതാണ് നമുക്ക് മുന്നിലെ കാര്യം. ഓക്കെ, അപ്പൊ നിറയെ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ് മൊയ്തീൻ കുഞ്ഞ് എന്നോടൊപ്പം ചേരുന്ന കായംകുളത്ത്. മൊയ്തീൻ കുഞ്ഞ്, ചുരുങ്ങിയ വാക്കുകൾ. നമസ്കാരമുണ്ട് മനു. നമസ്കാരം. പിന്നെ 28 പോലും കെട്ടാത്ത ഒരു സർക്കാരാണ് ഇപ്പൊ ഇരിക്കുന്നത്. ആകെപ്പാടെ 28 കെട്ടാനുള്ള പ്രായം പോലും ആയിട്ടില്ല. ഈ പ്രതിപക്ഷവും ഭരണപക്ഷവുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഭരണപക്ഷം ഓരോന്നും ചെയ്യും, അതിനെ ഈ പ്രതിഷേധം ചെയ്യുക പ്രതിപക്ഷത്തിന്റെ ചുമതലയാണ്. വിമർശനം മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ, അതോ വിമർശനമാണ് അവർ ചെയ്യേണ്ടതെന്നാണ്? അല്ല, അത് എല്ലാ പ്രതിപക്ഷത്തിന്റെയും കാര്യമായി പറയുന്നേ. ഭരണത്തിൽ ഇരിക്കുന്നവര് ഓരോന്ന് ചെയ്യുന്നുണ്ടേ അതിനെ വിശ്വസിക്കുക. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. നമുക്ക് നിറയെ പ്രേക്ഷകരുള്ളതുകൊണ്ടാണ്. സജീവ് കുമാർ എന്നോടൊപ്പം ചേർന്ന് കൂത്തുപറമ്പിൽ. സജീവ് കുമാർ. സജീവ് ഒക്കെ ആയിട്ട് സംസാരിച്ച് കുറെ ദിവസമായി, പക്ഷെ തിരക്കുള്ള ദിവസം വിളിച്ചു. സജീവ്, ഞാൻ എപ്പോ നിങ്ങളെ കാണലുണ്ട്. ആണോ? അവിടെ ഇതുണ്ടോ? അവിടെ ഷിഗല്ല ഇതൊക്കെ അവിടെ അസുഖങ്ങളൊക്കെ ഉണ്ടോ ആളുകൾക്ക്? അതെല്ലാം കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പിന്നെ എനിക്ക് പറയുന്നത് ഷിഗല്ല ബാക്ടീരിയയും നിപ്പ വൈറസും നാണിച്ച് തലമാറ്റി കേരളം വിട്ടുപോകും. ശരി, ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ അവിടെ എല്ലാവരോടും എൻ്റെ അന്വേഷണമൊക്കെ അറിയിക്കണം. സജീവ് കുമാർ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ രാധാകൃഷ്ണൻ വൈറ്റില കൂടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാധാകൃഷ്ണൻ. നമസ്കാരം. ശ്രീ രാധാകൃഷ്ണൻ, ചുരുങ്ങിയ വാക്കുകളിൽ ഈ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഏകോപനമില്ല. നിപ പ്രതിരോധനത്തിൽ ആരോഗ്യവകുപ്പിനെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആഞ്ഞടിക്കുകയാണ്. ആരോഗ്യമന്ത്രിയും ജില്ലാ ഭരണകൂടവും തമ്മിൽ ഏകോപനമില്ല. ആരോഗ്യമന്ത്രി സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നില്ല, തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് എരണം കെട്ടവൻ ഭരിക്കുമ്പോൾ അനർത്ഥമുണ്ടാകുമെന്ന് കെ മുരളീധരൻ്റെ പഴയ പ്രസ്താവന ഓർമ്മിപ്പിച്ചു. അങ്ങനെ ആര് ഭരിക്കുന്നു നോക്കിയല്ല രോഗവ്യാപനം ഉണ്ടാകുന്നത് എന്നൊക്കെ പിണറായി വിജയൻ വിമർശിക്കുകയാണ്. ആരോഗ്യമന്ത്രി പകർച്ചവ്യാധിക്കാലത്ത് ശാപവാക്കുകൾ പറഞ്ഞ ആളാണെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അങ്ങേക്ക് എന്ത് തോന്നുന്നു? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. പ്രതിപക്ഷം ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയ മുതലെടുപ്പാണ് നടത്തുന്നത്. കാരണം പറയുന്ന പ്രതിപക്ഷം വസ്തുതാവിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ ഇടപെടൽ വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഈ മുൻ സർക്കാരിന്റെ കാലത്ത് ഈ ആരോഗ്യ മേഖല തകർത്ത് പ്രൈവറ്റിന് ഗുണം ചെയ്യുന്ന വിധത്തിലാണ് ചെയ്തു കൊടുത്തേക്കണത്. കാരണം സമയമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, നമുക്ക് വിശദമായി സംസാരിക്കാം. ബൈജു എന്നോട് ചേരുന്നത് ഇപ്പം നെടുമങ്ങാട് നിന്നാണ്. ബൈജു. നമസ്കാരം, ഞാൻ നെടുമങ്ങാട് നിന്നാണ്. ബൈജു ആരോഗ്യ മേഖലയിലുള്ള ആളാണോ? അല്ലല്ല, ആരോഗ്യ മേഖലയിലുള്ള അല്ല, ഞാനൊരു സാധാരണ പൊതുജനമാണ്. എനിക്ക് പറയാനുള്ളത് ഇപ്പൊ ഈ ഇത് നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടുന്ന ആനന്ദ് എന്നോടൊപ്പം ചേർന്ന് കൊല്ലത്ത് നിന്നാണ്. ശ്രീ ആനന്ദ്. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ് സാർ, ഞാൻ പ്രോഗ്രാം കണ്ടു.
അതായത് നമ്മുടെ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് പൊതുവെ മറ്റ് സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ രാജ്യങ്ങളെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇന്ത്യയിൽ നല്ല ബെറ്റർ ട്രീറ്റ്മെന്റ് കേരളത്തിലുണ്ട്. പക്ഷെ അത് മാനേജ് ചെയ്യുന്ന രീതിയാണ് നമുക്ക് പാളിപ്പോകുന്നത്. എവിടെയാണ് അങ്ങേക്ക് അതിലെന്താണ് ഒരു മാനേജ്മെന്റിൽ ഒരു പാളിച്ച പറ്റിയെന്ന് പറയാനായിട്ട്? നമ്മളിപ്പോ നിപ്പ ആയാലും മറ്റു ആരോഗ്യമന്ത്രി എന്ന് പറയുന്നു, ആരോഗ്യ സെക്രട്ടറി മറ്റൊന്ന് പറയുന്നു. അപ്പൊ മൊത്തത്തിൽ ഏകോപനം ഇല്ലാതെ തെളിയിക്കാൻ അത് മതി എന്നാണ് പറയുന്നത് അല്ലേ? രണ്ടും പറയുന്നത് വ്യത്യാസമുണ്ട്. അപ്പൊ അവരുടെ കോർഡിനേഷൻ, ഇപ്പം പുതിയതായിട്ട് വന്ന മന്ത്രിസഭയുടെ കോർഡിനേഷൻ, ഞാൻ ഒരു പാർട്ടിക്കാരനല്ല, എനിക്ക് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് എനിക്ക് അനുഭവമില്ല. അത് പോരാന്നാണ് തോന്നുന്നത് അല്ലേ? അപ്പൊ സമയം കുറവുകൊണ്ടാണ് നമുക്ക് ഒരു ദിവസം വിശദമായി സംസാരിക്കുന്നത്. ധാരാളം പ്രേക്ഷകരുണ്ട്. അപ്പൊ ജയപ്രകാശ് കൊല്ലത്ത് നിന്ന്. ജയപ്രകാശ്, കൊല്ലത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? നമസ്കാരം. നമസ്കാരം സാറേ, ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളല്ല നമുക്ക് വേണ്ടത്. ഒറ്റക്കെട്ടായിട്ടുള്ള പോരാട്ടമാണ്. അതെ, ഒറ്റക്കെട്ടായിട്ടുള്ള പോരായ്മ. അതേണക്ക് തന്നെ നമ്മുടെ ഈ മഴക്കാലം വരുന്നതിന് മുമ്പ് തന്നെ അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടത്തിയെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വരത്തില്ലായിരുന്നു. ശരി, ഓക്കെ, വ്യക്തമാണ്. ബാലകൃഷ്ണൻ എന്നോടൊപ്പം ചേരുന്നത് വടകരയിൽ നിന്നാണ്. ശ്രീ ബാലകൃഷ്ണൻ, നമുക്ക് അങ്ങ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, പക്ഷെ ഇന്ന് നമുക്ക് സമയക്കുറവുകൊണ്ടാണ്. അപ്പോൾ കോഴിക്കോട് ഏകോപനമില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? അങ്ങ് അവിടുത്തുകാരനല്ലേ? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇവരല്ലാതെ മറ്റാര് വന്നാലും ഇവരെ സ്ഥിതി ഇല്ല. ഇവർക്ക് അഴിമതി നടത്താൻ പറ്റൂലല്ലോ ഇപ്പൊ, അതിന്റെ ഏനക്കേടാ. ശരി, വ്യക്തമാണ്. ഓക്കെ, അപ്പോൾ അങ്ങയുടെ അഭിപ്രായം കൃത്യമാണ്. ഡേവിഡ് വിജയ് എന്നോടൊപ്പം ചേരുന്നത് ജാംനഗറിൽ നിന്നാണ്. ശ്രീ ഡേവിഡ് വിജയ്, അവിടെ മഴയൊക്കെ എങ്ങനെ ഉണ്ടോ? ശ്രീ ഡേവിഡ് വിജയ്, ചൂടാണ്. പകർച്ചവ്യാധികളൊന്നും അപ്പം അവിടെ വന്നു തുടങ്ങിയിട്ടില്ല? അല്ല, നമ്മുടെ അവിടെ എന്താ സംഭവിച്ചില്ലെന്ന് അറിഞ്ഞോ? ഞാൻ 72-ലൊക്കെ ദേവഗിരി കോളേജിലൊക്കെ പഠിക്കും. മലബാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും സേഫസ്റ്റ് സ്ഥലമായിരുന്നു. യാതൊരു പകർച്ചവ്യാധികളും ഇല്ല, വളരെ നല്ല ഭക്ഷണം എല്ലാം കൂടിയുള്ളത്. ഇതിപ്പോ എന്താ സംഭവം എന്ന് എനിക്കറിയാൻ പാടില്ല. എല്ലാ രോഗങ്ങളും ആദ്യം ഇവിടെയാണ് എത്തുന്നത് അല്ലേ? അതാണ്, എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പുറത്തിരുന്നോണ്ട് വീക്ഷിക്കുമ്പോ ഇത് പേടിപ്പെടുത്തുന്ന എന്താ ശിഖല്ല ഇതൊക്കെ കുറച്ചു ദിവസമായിട്ട് കിട്ടുന്ന കേരളത്തിൽ നിന്ന് വരുന്ന വാർത്തകള്. ശരി, അപ്പൊ ഇന്ന് സമയക്കുറവ് കൊണ്ടാണ്. ഏതായാലും വ്യക്തമാണ്. ശ്രീ രാജൻ എന്നോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ രാജൻ, ചുരുങ്ങിയ വാക്കുകളിൽ, നമുക്ക് ഇന്ന് ധാരാളം പ്രേക്ഷകർ ഇങ്ങനെ ലൈനിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്. ശ്രീ രാജൻ, ചുരുങ്ങിയ വാക്കുകളിൽ. നമസ്കാരം. അപ്പൊ ഇതിൽ പറയാനുള്ള ഇപ്പം മുരളീധരൻ നല്ലൊരു മുന്നോട്ടുള്ള പ്രയാണം തുടരട്ടെ. കാരണം പ്രതിപക്ഷ നേതാവ് ഇരിക്കുന്ന സമയത്ത്, പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ എത്രത്തോളം വേദനാജനകമാണെന്നുള്ള അയാൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും ഈ ആരോഗ്യരംഗത്ത് ഇമാതിരി കേടുകൾ ജനങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ. അന്ന് കുറച്ച് മൂർച്ചയേറിയ വാക്കുകളായി പോയി എന്ന്, ശാപവാക്കുകളായി പോയി എന്നാണ് നിങ്ങളുടെ ആരോപണം അല്ലേ? അത്ര തന്നെയുള്ളൂ, അത്ര തന്നെ തന്നെയാ. കാരണം അത് വളരെ മോശമായി. അതിപ്പോ അനുഭവിക്കുന്നുണ്ടല്ലോ, അത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഭരണം എവിടെ എത്തും എന്നുള്ളത് പിന്നെ കണ്ടറിയാൻ മതി. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം ചില പ്രേക്ഷകർ യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. നമ്മുടെ കൃഷ്ണൻകുട്ടി എത്തിയിട്ടുണ്ട്. ഒരു രോഗം വന്നാൽ ഒരു മന്ത്രി ആ ജില്ലയിൽ വന്ന് ഏകോപനം നടത്തണ്ടേ എന്നുള്ള ചോദ്യം ഇതിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. നിപ വന്നാൽ, അപ്പോൾ നമ്മുടെ ശശിധരൻ പിള്ള, ഞാൻ പറഞ്ഞല്ലോ, തമാശയായിട്ട് എപ്പോഴും കാര്യങ്ങൾ അവതരിപ്പിക്കും. അദ്ദേഹം പറയുന്നത് പനിയുടെ മറിച്ചിട്ടതല്ല നിപ, അത് കുറച്ചും കൂടി ഗൗരവമുള്ള വിഷയമാണ് എന്ന് ഓർമ്മിക്കുന്നു. മുരളീധരൻ്റെ വകുപ്പുകളെല്ലാം ഭംഗിയായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ശൈല ടീച്ചറും വീണ ജോർജും ഭരിച്ചതുപോലെ നാഥനും ഇല്ലാത്ത അവസ്ഥയല്ല. ഓക്കെ, നാഥനില്ലാത്ത അവസ്ഥയല്ല. ഇപ്പോൾ അമ്മാവനും മരുമോനും ഇനി കാണിച്ച് ഉള്ള 35 സീറ്റും. ഓഹോ, ജയകുമാർ മുരളീധരന് വേണ്ടി നിൽക്കുകയാണ്. ശ്രീ മൈക്കിൾ ഇടുക്കിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. മൈക്കിൾ, ചുരുങ്ങിയ വാക്കുകളിൽ. മൈക്കിൾ, നമസ്കാരം. ആദ്യമേ സാറേ, നമ്മുടെ ആരോഗ്യ മേഖല തകർന്നെന്ന് പറഞ്ഞാൽ മതി. തകർന്ന മൈക്കിൾ CPM കാരനാണ്, അതുകൊണ്ട് പറയുന്നില്ല. ഇല്ലല്ല, അങ്ങനെയല്ല. എന്നാ വെച്ചാൽ പറയട്ടെ, ഒരു മന്ത്രിക്ക് കൃത്യമായിട്ട് ഒരു എത്ര രോഗിയുണ്ടെന്ന് പോലും പറയാൻ അറിയാത്ത സ്ഥിതിയാ. മന്ത്രിയോട് പറഞ്ഞു കൊടുക്കുന്നതിൽ ആളുകൾക്ക് തെറ്റിച്ചതല്ലേ? അല്ല, മന്ത്രി അറിഞ്ഞിരിക്കണ്ടേ? ഇപ്പൊ ഞാൻ പറഞ്ഞ മന്ത്രി സ്വീകരിക്കുവോ? ഇല്ലല്ലോ. അപ്പൊ മന്ത്രി അറിഞ്ഞിരിക്കാം. മന്ത്രി അറിയാത്ത പിന്നെ ഏത് മന്ത്രിയാ? നമുക്കറിയാലോ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഒരു കാര്യം പറഞ്ഞു കേട്ടോ. ആദ്യമേ 1,09,300 ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നയാ? ഇവരൊക്കെ ഒരു മര്യാദയില്ലേ? ശരി, ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പൊ മന്ത്രിമാർ പോരാന്നാണ് താങ്കളുടെ അഭിപ്രായം. മനോജ് എന്നോടൊപ്പം ചേർന്ന് ഇടുക്കിയിൽ. മനോജ്, ചുരുങ്ങിയ വാക്കുകൾ, ഇങ്ങനെ ആളുകൾ ധാരാളം ഉള്ളതുകൊണ്ടാണ്. മനോജ്. ഹലോ. ഇടുക്കിയിൽ നിന്ന് പയ്യോളിയിൽ നിന്നാ. ഇടുക്കിയിൽ നിന്നാണോ പയ്യോളി നിന്നാണോ? പയ്യോളി എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ജില്ല, അതാ ഞാൻ ചോദിച്ചല്ലേ? കോഴിക്കോട് ജില്ല. അപ്പൊ കോഴിക്കോടുകാരനെ ഞാൻ ഒന്ന് കാത്തിരിക്കുകയായിരുന്നു. അവിടെ എന്താ മനോജ് നടക്കുന്നത്? ഇത്രയും രോഗങ്ങളുടെ എല്ലാം തുടക്കം ഈ സ്ഥലത്തു നിന്നാണല്ലോ. ഈ എണ്ണം കെട്ടവർ ഭരിക്കുമ്പോ ഇങ്ങനെ സംഭവിക്കുക. മുമ്പ് മുരളീധരൻ പറഞ്ഞ വാക്കുകളാ.
മൂപ്പറ പിതാവും അവർ AK ആന്റണിയും പിന്നെ ഭരിക്കുന്ന സമയത്ത് ഇങ്ങനെ രോഗങ്ങളൊന്നും ഇല്ലാന്ന് പറയാം. ഇപ്പൊ ഇത് എവിടുന്ന വന്നതെന്ന് മനസ്സിലായില്ല, അത് അയാളൊന്നും മനസ്സിലായിക്കോട്ടെ. പക്ഷെ എങ്കിലും ഇപ്പൊ നോക്ക് എന്താ സംഭവിച്ചിരിക്കുന്നത്. ശൈലജ നമ്മളെ ശൈലജ ടീച്ചറുള്ള സമയത്ത് നടന്ന സംഭവങ്ങളാ. മന്ത്രി അറിയുന്നില്ല ഈ വകുപ്പുകളിൽ നടക്കുന്ന കാര്യങ്ങൾ. എന്തുകൊണ്ട്? മന്ത്രിയുടെ പോരായ്മ കൊണ്ടല്ലേ. ആ മന്ത്രിന്റെ പോരായ്മ കൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് ഭരിക്കാൻ പറ്റുമോ? അറിയോ? ഇവർക്ക് ഭരിക്കാൻ അറിയില്ല. ഇരുന്നിട്ട് വെറുതെ കസേര ഈ മന്ത്രി കസേര ഇരിക്കുന്നതിന് മുമ്പേ എന്തെങ്കിലും ഡയലോഗുകൾ അടിച്ചു പോകാന്നല്ലാണ്ട് ജനങ്ങളെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീർപ്പാക്കിയാൽ ഇവർക്ക് ആർക്കെങ്കിലും സാധിക്കുന്നില്ലെന്നാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സമയക്കുറവ് ധാരാളം ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ മുരളീധരൻ്റെ അപ്പോൾ എന്നോട് ഗോളാന്തരം അപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഗോളാന്തരത്തിനോട് എനിക്ക് പ്രത്യേകം പറയാനുള്ള യൂട്യൂബ് കമൻറ്റ് ഇടുമ്പോൾ വളരെ സൂക്ഷിക്കണം. ആളുകളെ വ്യക്തിപരമായി ആക്രമിക്കലല്ല നമ്മുടെ ലക്ഷ്യം. നമുക്ക് കൂട്ടായി പരസ്പരം മനസ്സിലാക്കാനും പഠിക്കാനുമാണ്. അപ്പോൾ ഗോളാന്തരം അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിലൂടെ നമ്മുടെ കൃഷ്ണൻകുട്ടി മണിമേലേക്കിട്ടൊരു കുത്തു കൊടുക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഒരു കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് ചെയ്യരുത്. അപ്പോൾ AK കൃഷ്ണൻകുട്ടി ഞാൻ പറയുമ്പോഴേക്കും എത്തിയിട്ടുണ്ട്. ഗൗതം ഇപ്പോഴും ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത്. എന്തൊക്കെയായാലും പിണറായി സർക്കാർ ഉണ്ടാക്കിയ മാറ്റം ആ രംഗത്ത് കൊണ്ടുവരാൻ ഈ സർക്കാരിന് കഴിയില്ല എന്നാണ് നമ്മുടെ ശ്രീ കൃഷ്ണൻകുട്ടിയുടെ അഭിപ്രായം. സുനിൽകുമാർ എനിക്ക് ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. സുനിൽകുമാറിനും എൻ്റെ ചുവന്ന ഹൃദയങ്ങൾ ഞാൻ അങ്ങോട്ടേക്ക് അയക്കുകയാണ്. അപ്പോൾ ജേക്കബ്, ശ്രീ ജേക്കബ് തിരുവല്ലയിൽ നിന്നാണ് ചേരുന്നത് അല്ലേ? ശ്രീ ജേക്കബ്, നമ്മുടെ ആരോഗ്യ മേഖലയിലെ ആളുകളുടെ ഒരു അഭിപ്രായമാണ് പ്രധാനമായി ആരായുന്നത്. ശ്രീ ജേക്കബ് കേൾക്കാമോ? കേൾക്കാമല്ലോ, പറഞ്ഞോളൂ. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഇവിടെ പറയാനുള്ള കാര്യം, 10 വർഷം മറ്റൊരു ഗവൺമെന്റിനെ സേവിച്ച സേവകരാണ് പല പല മേഖലകളിലും തലപ്പത്തിരിക്കുന്നത്. അപ്പൊ അവർക്ക് പഴയ ആ ഒരു താല്പര്യപ്പെടുന്നതാണ്. അവരിൽ നിന്നുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ വളരെ മോശമാണ്. അപ്പൊ സർക്കാർ മാറിയ കാര്യം അവർ അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. സർക്കാർ മാറിയ കാര്യമല്ല, നമുക്കറിയാമല്ലോ. ഈ കഴിഞ്ഞ ദിവസം പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ഒക്കെ ഉണ്ടായ വിഷയങ്ങൾ അറിയാമല്ലോ. അവരിടയ്ക്ക് നിന്നുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്നു. അവരെ മുഴുവനായിട്ട് മാറ്റിയെങ്കിൽ മാത്രമേ എല്ലാ മേഖലയിലും മുഴുവൻ സർക്കാർ ജീവനക്കാരെ മാറ്റാൻ പറ്റൂ. അവര് അവിടെ മുഴുവനല്ല, തലപ്പത്ത് നിൽക്കുന്ന ആളുകളെ മുഴുവൻ മാറ്റണം. അത് ശരി. അങ്ങനെയാണോ ഇപ്പൊ നമ്മുടെ ആരോഗ്യ ഡയറക്ടറെ മാറ്റിയതൊക്കെ? അതുകൊണ്ടായിരിക്കുമോ? ആരോഗ്യ മേഖലയിലാണെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ഒക്കെ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ആണോ? ശരി, ഓക്കെ, വ്യക്തമാണ്. അപ്പൊ റെജി എന്നോടൊപ്പം ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. റെജി, ഇന്ന് ലേശം തിരക്കുള്ള ദിവസമാണ്. അപ്പൊ റെജി, ചുരുങ്ങിയ വാക്കുകളിൽ. ഇതിപ്പോ 2018 2019 കാലത്ത് വൈകിട്ട് പൗഡർ അടിച്ച് TV കാരിലിരിക്കുന്നതൊക്കെ ഇരിക്കേണ്ട കാര്യമാണ്. കേരളത്തെ ഭയപ്പെടുത്തുക ഇടതുപക്ഷ ഈ മനോഭാവമുള്ളവരെല്ലാം കൂടെ. ഇത് അങ്ങനെയൊന്നുമില്ല. മന്ത്രി അതിന്റെ കറക്റ്റായിട്ട് ചെയ്ത അദ്ദേഹത്തിന് മുമ്പിലത്തെ വാർത്താ സമ്മേളനത്തെ എല്ലാം കുറെ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടെന്നേ. ഈ പഴയ ആളുകൾ ഇരിപ്പുണ്ടോ കുറെയൊക്കെ എടുത്ത് ദൂരം കളയുക. ഇതൊക്കെ അടുത്തടുത്തിരിക്കുന്നതിന് മാറ്റും. അപ്പൊ എല്ലാം ക്ലിയർ ആവും. ശരി, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം സമയക്കുറവുകൊണ്ടാണ്. അപ്പോൾ പിന്നെ പോക്കി സതീശൻ്റെ മന്ത്രിസഭയിൽ പ്രത്യേകിച്ച് കഴിവുള്ള ഒരാൾ എന്ന് വിചാരിച്ചാണ്. അതും ഡയലോഗുകളിൽ മാത്രം ഒതുങ്ങി എന്നാണ്. സതീശനും ഡയലോഗ് മാത്രം, പിണറായി വിജയൻ പാർട്ട് 2 ആണല്ലോ ഈ സർക്കാർ എന്നൊക്കെ ഉള്ള അധിക്ഷേപങ്ങൾ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ യൂട്യൂബിൽ ഗോളാന്തരമാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ജനങ്ങളെ പറഞ്ഞു പേടിപ്പിച്ചുള്ള 35 സീറ്റ് കൂടി കളഞ്ഞു കുളിക്കും എന്ന് ജയകുമാർ പറയുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്നോടൊപ്പം സുനിൽകുമാർ, അതുപോലെ MN മുരളീധരൻ നായർ, നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അപ്പോൾ അദ്ദേഹം നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. സന്തോഷ് പാരിപ്പായി എന്നോട് പറയുന്നു, കോൺഗ്രസിനെ കുറ്റം പറയുന്നവരുടെ അഭിപ്രായം പറയാൻ മനു സമ്മതിക്കുന്നില്ല. മനുവിനെയും കോൺഗ്രസിനെയും പുകഴ്ത്തി പറയുന്നവർക്ക് മണിക്കൂറുകൾ ഉണ്ടെന്നാണ്. കോൺഗ്രസിനെ കുറ്റം പറഞ്ഞോട്ടെ, എനിക്കതിലൊന്നും പരാതിയൊന്നുമില്ല. അപ്പോൾ സന്തോഷ് പാരിപ്പായി വിചാരിക്കുന്നത് കോൺഗ്രസിനെ കുറ്റം പറയുന്നത്. അതിൽ ഇന്ന് നമുക്ക് ധാരാളം പ്രേക്ഷകരുണ്ട്. അത് ഇങ്ങനെ അതിൻ്റെ ഒരു പ്രശ്നമാണ്. മാത്രമല്ല പ്രവീണ എനിക്കൊരു ഇടവേള വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാനിത് ആളുകൾ മിസ്സായി പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സുജാവ് എന്നോട് പറയുന്നത്, ഈ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സർക്കാർ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. പ്രതിപക്ഷം അവർക്ക് നിയന്ത്രണം ഏറ്റെടുക്കാൻ കുറച്ച് സമയം നൽകണം. രോഗം നിയന്ത്രണ വിധേയമായ ശേഷം അവരെ വിലയിരുത്തുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്പാടി എന്നോട് പറയുന്നു, അമ്പാടിയൊക്കെ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. സദാശിവൻ നായരെ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ അഭിലാഷ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. അഭിലാഷ് എനിക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നു. നിറയെ ചുവന്ന ഹൃദയങ്ങളൊക്കെ അയക്കുന്നു. എന്താ വാർത്തകൾ കുറേയായി മെസ്സേജ് അയച്ചിട്ട്, പക്ഷേ ഇടയ്ക്കൊക്കെ ലൈവിൽ കാണാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് അഭിജിത്ത് പറയുന്നു. സന്തോഷം, അഭിജിത്തിനെ കാണുമ്പോൾ തന്നെ എനിക്കൊരു സന്തോഷമാണ്. നബീസ എന്നോട് മോബു, ഓക്കെ, എന്താണ് ഇനി മനു ഭരതിൻ്റെ ഷോർട്ട് ഫോമോ മറ്റോ ആണ്, മാപ്ര എന്നൊക്കെ പറയുന്ന പോലെയാണ്, എന്താണെന്നറിയില്ല. ഏതായാലും ഒരു ചെറിയ ഇടവേള എനിക്ക് അനിവാര്യമാണ്. ഞാനൊരു ചെറിയ ഇടവേള എടുത്തിട്ട് വരാം. ബാബു കാഞ്ഞിരപ്പുഴയൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ കാഞ്ഞിരപ്പുഴ എന്ന് പറയുമ്പോൾ എപ്പോഴും തെറ്റിപ്പോകുന്നു. ഞാൻ പെട്ടെന്ന് മടങ്ങി വരാം. ബാബുവിൻ്റെ മെസ്സേജൊക്കെ വായിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ പൊതുവേദി തുടരുകയാണ്. എന്നോടൊപ്പം ഒരു പ്രേക്ഷകൻ കോഴിക്കോട് നിന്ന് ചേരുന്നത് റഹീമാണോ റഹീമയാണോ? റഹീം,
റഹീമാണ് റഹീം, ഞാൻ സംശയിച്ചു, അതാണ്. ഓക്കെ, ഞാൻ പക്ഷേ എനിക്ക് എഴുതി വന്നു. ശബ്ദം പറ്റിപ്പോയി. എനിക്ക് അറിയില്ലായിരുന്നു തൊപ്പിന്റെ കാര്യം. ആണോ? അത് സാരമില്ല, അറിയായിട്ടാണ്, സോറി കേട്ടോ. ശരി ശരി. പിന്നെ TV കണ്ടേരാണ് എനിക്ക് മനസ്സിലായത്. ശരി, ഓക്കെ, സോറി കേട്ടോ. അപ്പൊ അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ റഹീമ അവിടെ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഇന്ന് ഞായറാഴ്ച അവധിയാണല്ലേ? ഞായറാഴ്ച അവധിയാണ് സാറേ. അവിടെ ഈ പനിയൊക്കെ പടർന്നു പിടിക്കുന്നോണ്ട് പുറത്തൊക്കെ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് സാറേ. എനിക്ക് മമ്മൂട്ടിനൊക്കെ ഒന്ന് കാണാനുള്ള പൂതി ഉണ്ടായിരുന്നു. മമ്മൂട്ടിയാണ് സാറ് എങ്ങനെങ്കിലും എനിക്ക് അതൊന്ന് എങ്ങനെങ്കിലും ശരിയാക്കി തരുമോ? മമ്മൂട്ടിന് മോഹൻലാലിനൊക്കെ കാണാൻ പൂതിയുണ്ട്. മിത്രാജിന്റെ അമ്മനെ, മല്ലികാ ചേച്ചിനെ കാണാൻ എല്ലാവരും ഇങ്ങനെ നമ്മള് കാണണം എന്ന് വാശി പിടിച്ച ഇല്ല, വാശില്ല. എനിക്ക് എങ്ങനെയും മമ്മൂട്ടി സാറിനൊന്ന് കണ്ടാൽ മതിയായിരുന്നു. സാറേ ഞാൻ ഇന്നലെ സോറി ഇട്ടോ, ഞാൻ ഇന്നലെ അറിഞ്ഞില്ല അത്. എനിക്ക് മനസ്സിലായി. അത് കണ്ടേരാണ് പിന്നെ എനിക്ക് മനസ്സിലായത് തൊപ്പിനെ പറ്റി ഇങ്ങനാണല്ലേ എന്നുള്ളത്. ശരി ശരി, ഓക്കെ, സോറി സാർ. അപ്പൊ ശരി. അപ്പൊ വളരെ സന്തോഷം റഹീമ വിളിച്ചതിലും സംസാരിച്ചാലും. തുളസീധരൻ നായർ എന്നോടൊപ്പം ചേരുന്നത് ചവറയിൽ നിന്നാണ്. തുളസീധരൻ പിള്ളൈ, തുളസീധരൻ പിള്ളൈ, എനിക്ക് തോന്നുന്നു എന്തോ ടെലിഫോണിൽ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ശ്രീ ഷാജി എന്നോടൊപ്പം ചേരുന്നത് കൊല്ലത്ത് നിന്നാണ്. ഷാജി, നമസ്കാരം. നമസ്കാരം. ചുരുങ്ങിയ വാക്കുകൾ. ചുരുങ്ങിയ വാക്കുകൾ എന്തായാലും അത് പറഞ്ഞോട്ടെ, പറയാൻ കംപ്ലീറ്റ് ചെയ്യാൻ അവസരം തരണം. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്നങ്ങ് പറയാം. അല്ലെ, ശ്രീ മുരളീധരൻ എന്ന് പറയുന്ന നല്ലൊരു പൊളിറ്റീഷ്യനാണ്. പക്ഷെ ആരോഗ്യമന്ത്രി എന്നുള്ള അർത്ഥത്തിൽ വെറും വാചകസൃത മാത്രമാണ്. അദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ എന്ത് നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകളാണ് ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ളത്. ഈ 30 ഡിഗ്രിക്ക് മേളിലൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ കേൾക്കും വളരെ ചളിപ്പ് പോകുന്നത്. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം തന്നെ ആരോഗ്യ വകുപ്പിന് ചുമതല ഇരുന്നുകൊണ്ട് ആളുകളെ മര്യാദ പഠിപ്പിക്കുമ്പോഴേ അതൊക്കെ തിരിച്ചു പറയും. ജനാധിപത്യ രാജ്യമാ ഇത്. അത് ക്ലിപ്പിംഗ്സുകളെല്ലാം കിടപ്പുണ്ട്. ബിനോയിയൊക്കെ ഒന്ന് 100 1000 മാർക്ക് കൊടുത്തോട്ടെ, പക്ഷേ വസ്തുതകളായിട്ട് കിടപ്പുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ? ഇത് കണക്കൊന്നും കൃത്യമായി കിട്ടുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കുന്നെങ്കിൽ ഈ വകുപ്പ് മന്ത്രിയുടെ കഴിവാണ്. അതാണ് കോർഡിനേഷൻ ഇല്ല എന്ന് പറയുന്നത്. ഇത് റിസൾട്ട് വന്നില്ല എന്ന് മന്ത്രി പറയുകയും വന്നെന്ന് കളക്ടർ പറയുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെയാണ് പ്രതിപക്ഷം പറയുന്നതിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടെന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് വരുന്നത്. ഇതിനകത്ത് കോർഡിനേഷൻ ഇല്ല എന്ന് പറയുന്നത്. പിന്നെ രാധാകൃഷ്ണൻ വൈറ്റിലെ എന്ന് പറയുന്ന ഒരു സുഹൃത്തം എന്ന് പറഞ്ഞ് എന്താണ് എവിടുത്തെ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഈ ആരോഗ്യ വകുപ്പ് 2 ശൈലജ ടീച്ചറുടെ കാലത്ത് കുത്തഴിഞ്ഞ് കിടക്കായിരുന്നു പറഞ്ഞാൽ എവിടുത്തെ ചരിത്രമാണെന്ന് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം എവിടെയായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ജീവിതത്തിൽ ആദ്യമായിട്ട് നിപ്പയും പിന്നെ ഈ അതുപോലെ തന്നെ കോവിഡ് യാതൊരു പരിചയമില്ലാതിരുന്ന സമയത്ത് പ്രതിരോധിച്ച, എവിടെ തടയണം, എവിടെ പ്രതിരോധിക്കണം, എന്തൊക്കെ പിന്നെ പ്രതിരോധം ഏർപ്പെടുത്തണം എന്നൊക്കെയുള്ള ഒരു പഠനം ഒന്നും അറിയാതിരുന്നിട്ട് പോലും അതൊക്കെ ജനങ്ങളെ ഭയവികലാക്കാതെ കൊണ്ടുവന്ന ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് ഇവരൊക്കെ ഈ മുരളീധരൻ ഉൾപ്പെടെ അതിനെ ഇല്ലാതാക്കാൻ നടത്തിയിട്ടുള്ള പ്രസ്താവനകളും പ്രവൃത്തികളും നമ്മുടെ മുമ്പിലുണ്ട്. ഏതായാലും ഇത് കൂട്ടായിട്ട് പരിശ്രമിച്ച് ഇതിനെ പ്രതിരോധിക്കേണ്ടതാണ്. ഇവിടെ രാഷ്ട്രീയ ലക്ഷ്യമല്ല. പക്ഷെ എങ്കിൽ തന്നെയും രാഷ്ട്രീയം ഒരു പ്രധാന ഘടകമായ കേരളത്തില് ഈ മുൻ പ്രസ്താവനകളെല്ലാം തിരിഞ്ഞുകുത്തും. അത് കേൾക്കാൻ കോൺഗ്രസും ബാധ്യസ്ഥരാണ്, പ്രത്യേകിച്ച് മുരളീധരനും ബാധ്യസ്ഥനാണ്. അതിന് വേറെ കയറ് പൊട്ടിച്ചിട്ട് കാര്യമൊന്നുമില്ല. യെസ്, കറക്റ്റ്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം അജിലാൽ ചേരുന്നുണ്ട്. അജിലാൽ എവിടുന്നാ? ഞാൻ വെഞ്ഞാറമൂടാണ് സാർ. വെഞ്ഞാറമൂട്. ഓക്കെ, അവിടെ പകർച്ചവ്യാധിയൊക്കെ വല്ലതും ഉണ്ടോ അജിലാൽ? കുഴപ്പമൊന്നുമില്ല. എന്താ അവിടെ പകർച്ചവ്യാധി ഭീതിയൊക്കെ ഉണ്ടോ? കുഴപ്പമൊന്നുമില്ല. നിലവിൽ അങ്ങനെയൊന്നും വരുന്നില്ല. ശരി, നല്ല സിറ്റുവേഷൻ. ഓക്കെ, അപ്പൊ അജിലാലിന്റെ എന്താണ് അജിലാലിന്റെ ഒരു നിലപാട്? എന്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആരോഗ്യവകുപ്പ് വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് എന്നാണ് പോകുന്നുണ്ട്. പഴയപടി നോക്കുവാണെങ്കിൽ സിറ്റുവേഷൻ ഒക്കെ വളരെ മോശമാണ്. അത് ശൈലജ ടീച്ചറുടെ കാലത്തോ? അതപ്പോ വേറൊരാൾ പറഞ്ഞു നല്ല സമയമായിരുന്നു. രാഷ്ട്രീയപരമായിട്ടില്ല സാറ്. ഇപ്പൊ എന്റെ നിലവിലുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ ആരോഗ്യ മേഖലയിലേക്ക് ഓരോ കാര്യങ്ങൾ നോക്കുകയും കാണുകയും ചെയ്യുമ്പോ നിലവില് ഇപ്പൊ നമ്മുടെ ഈ ഏരിയയിൽ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിലവില് ഡോക്ടർമാരുടെ. രാധാകൃഷ്ണൻ ചാത്തന്നൂർ കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ചുരുങ്ങിയ വാക്കുകൾ. അതായത് നമ്മുടെ ഈ ഗവൺമെന്റിന്റെ ഈ നിലവിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് അധികാരത്തിലിരുന്ന ഗവൺമെന്റിന്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ ശ്രീ മനു, നമ്മൾ ഇറക്കത്തിൽ നിന്നൊരു വാഹനം അതിന്റെ ചാവി ഓഫ് ചെയ്താലും കുറച്ചു നേരം, അത് എഞ്ചിൻ ഓഫ് ആയാലും കുറച്ചു നേരം മുന്നോട്ട് പോകുമല്ലോ.
ആ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്ത ആ കാര്യങ്ങളുടെ കണ്ടിന്യൂഷൻ കൊണ്ടാൽ മാത്രമാണ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇത്രയെങ്കിലും നിയന്ത്രണം ഇതുമായിട്ട് പോകുന്നത്. ഞാൻ നോക്കട്ടെ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നിപ്പയും ഈ മാറാവ്യാധികളെല്ലാം വലിയ സങ്കീർണമായ അവസ്ഥയിലായിരുന്നു. എന്നാൽ ഇന്ന് സങ്കീർണമായ അവസ്ഥയില്ല. കഴിഞ്ഞ സർക്കാർ ഇട്ട ഒരു ഗിയറിൽ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കയറ്റം തീർച്ചയായും മുരളീധരൻ ഈ വകുപ്പിന് പണ്ട് ആന്റണിക്ക് പ്രതിരോധം കൊടുത്തതുപോലെ ഇത് അവരൊന്നും ഇത് കൈകാര്യം ചെയ്യാനുള്ള ഒന്നാമത്തെ കാര്യം ഇദ്ദേഹത്തിന്റെ ഈ അറിവെന്ന് പറയുന്നത് തീരെ ഇല്ലാത്ത ഒരാൾ. പണ്ടേ അറിയാമല്ലോ, പണ്ട് ലൂസിയ ഹോട്ടലിലെ ചരിത്രങ്ങളൊക്കെ അറിയാം. ഉന്നതം പറഞ്ഞത് ഞാൻ അത് വളർന്നും തോന്നില്ല. ഇങ്ങനൊരു വലിയ വകുപ്പ് ഭരിക്കാൻ പറ്റിയ ആളല്ല ഇദ്ദേഹം. ഇദ്ദേഹത്തിന് മറ്റുള്ളവരെ കുറിച്ച് പോക്കർത്തരം പറയാനേ അറിയാവൂ. ഞങ്ങളിവിടെ പറയാറുണ്ട്, ഇപ്പൊ സുധാകരൻ പിണറായിയെ കുറിച്ചൊരു തമാശ പറഞ്ഞതുപോലെ വെള്ളത്തിൽ വീണ കോഴിയുടെ മറ്റും മുരളീധരൻ നിങ്ങൾ മൈക്കോട്ട് ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് ഇത് പറയുന്നത്, എന്തൊക്കെ ദാർഷ്ട്യത്തോടെയാണ് പറയുന്നത്, മറ്റുള്ള മോശമായിട്ട്. ഇപ്പൊ വെള്ളത്തിൽ വീണ കോഴിയോ എന്തൊരു മര്യാദ രാമനായിപ്പോയി ഈ മുരളീധരൻ. അപ്പൊ ഇത് ഭരണം എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. കരുണാകരനാണായിരുന്നു, അതുപോലൊന്നും 7 ജന്മം ജനിച്ചാലും ഈ മുരളീധരനൊന്നും ആവാനൊക്കത്തില്ല. ഇന്ന് ഒരു കേഡർ പാർട്ടി, ഇടതുപക്ഷ പാർട്ടിക്ക് മാത്രമേ ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് അനുദിനം തെളിയിച്ചുകൊണ്ടിരിക്കുക. ഈ കേഡർ സ്വഭാവം എന്ന് പറയുന്നത് UDF-ലില്ലല്ലോ. എത്ര പാർട്ടിയുണ്ട്, കേഡർ പാർട്ടിയുണ്ട്. അതിൽ ആ CP ജോൺ മാത്രമുണ്ട് ഒരു കെ സുധാകരൻ ഇതിനെ സെമി കേഡർ ആക്കണം എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. തീർച്ചയായും കേഡർ സ്വഭാവമുള്ളൊരു പ്രസ്ഥാനത്തിനെ രാജ്യത്ത് നയിക്കാൻ, നാടിനെ നയിക്കാൻ കഴിയൂ. ഇന്ന് LDF താങ്കൾ പറഞ്ഞ ആ ഗിയറിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ മരണസംഖ്യ കൂടിയനെ ഈ വർഷം. മറ്റു ആളുകൾ കൂടി ഉള്ളതുകൊണ്ടാണ് അങ്ങയുടെ അഭിപ്രായം കൃത്യമാണ്. രജനി അങ്കമാലിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി രജനി, ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം സംഭവിച്ചു. ഓക്കെ, അപ്പോൾ ശ്രീ സുബൈറിനെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ശ്രീ സുബൈറിന്റെ ടെലിഫോണിൽ എന്തോ പറ്റി. കേൾക്കുന്നുണ്ടോ? നമ്മുടെ ഒരു പ്രേക്ഷകൻ എന്നോട് പറയാം, കഴിഞ്ഞ സർക്കാർ ഒരു വാഹനം നല്ല ഗിയറിലിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം അത് നിങ്ങളെടുത്ത് ന്യൂട്രലാക്കി. ഇപ്പം ഇറക്കം ആയതുകൊണ്ട് അതിങ്ങനെ പോയി. ഇത് കയറ്റം വരുമ്പോൾ വണ്ടി നിൽക്കും. അതാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്നാണ് നിങ്ങൾക്കെതിരെയുള്ള ആക്ഷേപം. സുബൈർ കോൺഗ്രസ്സുകാരനാണ്. അല്ല, വാഹനം ഇങ്ങനെ കേടാവാൻ എന്താ കാരണം ഉണ്ടായത്? ആ വാഹനം എന്താ അവർ നന്നാക്കാഞ്ഞത്? ആ വാഹനം നന്നാക്കാതല്ലേ 33 സീറ്റിലേക്ക് പോയത് അവര്. ഹലോ, ഈ വാഹനം കേടാവണത് ആ മെയിൻ്റനൻസ് നടത്തണേ. ഇതിപ്പോ ഇവര് കയറിയിട്ട് 1 മാസമായ ഈ മഴ അതിനിടയ്ക്ക് മഴ വന്ന് വല്ല പ്രവർത്തനങ്ങളും നടന്നായില്ല. ആ നേരത്തെ ഒരു പ്രസവ വാർഡിലല്ലേ ഇരുന്നത്. ഈ പ്രസവിച്ച് കിട്ടണ്ടേ, വിവരറിയണ്ടേ എന്താന്നുള്ളത്, എന്നിട്ടല്ലേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതിനിടയ്ക്ക് ഇപ്പൊ എന്താ കോഴിക്കോട് മാത്രം വരുന്നു, ഇപ്പൊ തൃശ്ശൂർ വരുന്നില്ല, വേറെ ഡിസ്ട്രിക്റ്റിൽ അങ്ങനെ കൂടുതൽ വരുന്നില്ല. കോഴിക്കോട് എന്താ ഇത് ചെയ്യണ്ടേ ആൾക്കാര്? കോഴിക്കോട് മാത്രം വരാനായിട്ട് എന്ത് വന്നാലും കോഴിക്കോട് മാത്രം, വേറെ സ്ഥലത്തൊരു കുഴപ്പമില്ല. അത് തരണം ചെയ്യാനുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി മുരളീധരൻ നല്ല ജെന്റിൽമാനായിട്ട് നിൽക്കണം അവിടെ. ആനൊക്കെ ഗുരുവായൂർ കേശവമായിരുന്നു നിൽക്കുന്നത്. പ്രതിപക്ഷം ഈ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് ഉള്ള മാനം കൂടി കളയാനാന്ന് പറഞ്ഞേക്കാളുണ്ട്. ശരി, ജനങ്ങൾ പേടിപ്പിക്കില്ലാന്ന് പറയും. ഓക്കെ, വ്യക്തമാണ്. അപ്പൊ ശ്രീ ഉത്തമൻ എന്നോടൊപ്പം ചേരുന്നത് ഓച്ചിറന്നാണ്. ശ്രീ ഉത്തമൻ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ട്. രാജേഷ് എരുമേലിയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. രമേഷ് കുറേ ദിവസമായി ഞാൻ സംസാരിച്ചിട്ടുണ്ടോ അല്ലേ? എനിക്കൊന്ന് ടെലിഫോൺ ലൈനുകളിൽ എന്തോ പ്രശ്നം പറ്റും, മഴ ഉണ്ടായിരിക്കും. നാരായണൻ ശ്രീകണ്ഠാപുരം. ശ്രീ നാരായണൻ, എനിക്കൊന്ന് ടെലിഫോണിൽ എന്തോ കേൾക്കുന്നില്ല. ഓക്കെ, ഞാൻ അവരിലേക്കൊക്കെ വരാം. ശ്രീ ഉത്തമൻ കേൾക്കാമോ? ഇല്ല, ഞാൻ വരാം. ഓക്കെ, അപ്പോൾ രോഗമോ രോഗലക്ഷണമോ ഇപ്പോൾ ആർക്കും ഇല്ല. പ്രതിപക്ഷത്ത് വെറുതെ ജനങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കുകയാണെന്ന് എന്നോട് ജയകുമാർ പറയുന്നു. അപ്പോൾ വിപിൻ വെള്ളിയാഴ്ച എനിക്ക് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വിപിന് വെള്ളിയാഴ്ചന് എൻ്റെ ഹായ്, വിപിൻ്റെ കൂട്ടുകാർക്കൊക്കെ എൻ്റെ ആശംസകൾ. അപ്പോൾ ഇനിയുള്ള 5 വർഷം ഞാൻ പ്രതിപക്ഷത്താണ്, കാരണം ഭരണപക്ഷത്തിൻ്റെ വീഴ്ചകൾ എണ്ണിപ്പറയും എന്നാണ് ഗോളാന്തരം പറയുന്നത്. ഗോളാന്തരം പ്രതിപക്ഷത്തെ, ഗോളാന്തരം എന്നും പ്രതിപക്ഷത്താണല്ലോ. അപ്പോൾ ഗോളാന്തരം ഈ ആളുകളെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന ആ തരത്തിൽ പറയരുതെന്ന് ഞാൻ പറയുകയാണ്. അത് ശരിയല്ല. നിങ്ങൾക്ക് ഈ ആളുകളെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നതിൻ്റെ ഇതെന്തിനാണ്? ഒരാൾ അഭിപ്രായം പറഞ്ഞാൽ അയാളുടെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് മറുത്ത് പറയാം. ഷാജി നമ്മുടെ പൊതുവേദിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ഷാജി തന്നെ മുൻകൈ എടുത്തൊരു കാര്യം നമ്മൾ പൊതുവേദിയിൽ പറഞ്ഞിട്ടുള്ളത്, ഈ പൊതുവേദിയിലുള്ള പ്രതികരണങ്ങൾ അത് പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ അത് കുറേ കൂടി സഭ്യമായ ഭാഷയിൽ ഇടുമ്പോൾ മാത്രമേ ഞാൻ വായിക്കുള്ളൂ. അല്ലെങ്കിൽ ഞാൻ താങ്കളുടെ കമൻറ്റ് വായിക്കുന്നത് തന്നെ നിർത്തും. ഓക്കെ, അപ്പോൾ ഓണത്തിനിടയിൽ പുട്ടുകച്ചവരം പോലും മമ്മൂട്ടി മോഹൻലാൽ അഭിനയിച്ച സിനിമകളുടെ ഒരു ലിസ്റ്റ്
അയച്ചു കൊടുക്കണം. അത് റഹിമ നമ്മുടെ ഒരു പൊതുവേ ഒരു സ്ഥിരം പ്രേക്ഷകയാണ്, പാവപ്പെട്ട ഒരു സ്ത്രീയാണ്. അപ്പോൾ കോഴിക്കോട് നിന്നുള്ളതാണ്. അപ്പോൾ റഹിമ കഴിഞ്ഞ ദിവസം ഞാൻ ഈ തൊപ്പിയെക്കുറിച്ചുള്ള ചർച്ച ചെയ്യുമ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു തൊപ്പിയെക്കുറിച്ച് എന്താ അഭിപ്രായം എന്ന്. അപ്പോൾ തൊപ്പി നല്ലതാണല്ലോ മഴയൊക്കെ വരുമ്പോൾ എന്നുള്ള രീതിയിൽ അവർക്കത് മനസ്സിലായില്ല, അവർ ഈ തൊപ്പിയെ അറിയില്ലായിരുന്നു. അപ്പോൾ അതിന് എന്നോട് ക്ഷമ ചോദിക്കുകയാണ്. പാവത്തിന് മമ്മൂട്ടിയും മോഹൻലാലിലേക്ക് കാണാൻ ആഗ്രഹം. സാധാരണ മനുഷ്യരെ അങ്ങനെയാണ്. ഞാൻ ഈ ഇങ്ങനത്തെ സാധാരണ മനുഷ്യരെ ഇഷ്ടപ്പെടുന്നൊരു എനിക്കൊരു വലിയൊരു സ്വഭാവമുണ്ട്. എന്ന് വെച്ചാൽ അവർ വളരെ നിഷ്കളങ്കമായാണ് സംസാരിക്കുന്നത്. അവർക്ക് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ സിനിമകളിൽ വരുന്ന മമ്മൂട്ടി, മോഹൻലാൽ ഇവരെയൊക്കെ ഒന്ന് കാണുക, ഇതൊക്കെ അങ്ങനെ ചെറിയ ചെറിയ കൊച്ചു സന്തോഷങ്ങളാണ് അവർക്ക് ഉള്ളത്. അപ്പോൾ പക്ഷേ പൊളിറ്റിക്സ് മാത്രം അല്പം നിപ്പ പ്രതിരോധിക്കുന്നു, കഴിവുള്ള ആരോഗ്യ പ്രവർത്തകർ കൂടിയാണ്, അവർക്ക് അഭിവാദ്യങ്ങൾ എന്നുകൂടി ശശിധരൻ പിള്ള പറയുന്നുണ്ട്. അപ്പോൾ ഈ കമൻസൊക്കെ ഇങ്ങനെ ജമ്പ് ചെയ്തു പോകുന്നത് കൊണ്ട് എനിക്ക് പലതും വായിക്കും കിട്ടുന്ന. അപ്പോൾ ഏലിയാമ്മ പറയുന്നു, മന്ത്രിയുടെ കുട്ടികളാണ് ജീവനക്കാർ. ഓരോ മാസവും കലക്ടർ മുതൽ ഡ്രൈവർ വരെയുള്ള ജീവനക്കാരുടെ യോഗം വിളിച്ചുകൂട്ടി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാണ് അലേയമ്മ എന്നോട് പറയുന്നത്. മനു അധിക്ഷേപിക്കുന്ന കമൻ്റ് ഇടുന്ന ഒരു കമൻറ്റ് വായിക്കരുത് എന്ന് എന്നോട് ഗൗതം പറയുന്നു. അതാണ് ഓക്കെ. അപ്പോൾ ഗോളാന്തരം എന്നോട് പറയുന്നു ഞാൻ ആരെയും ഒന്നും പറഞ്ഞില്ലെന്ന്. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള കമൻറ്റുകൾ ഇടാം. അപ്പോൾ നമുക്ക് ശശിധരൻ പിള്ളയുടെ തമാശയൊക്കെ രൂപത്തിൽ അദ്ദേഹം ആളുകളെ വിമർശിക്കുന്നൊക്കെ ഉണ്ട്. അത് തമാശയായിട്ട് വിമർശിക്കണം, അല്ലാതെ നമ്മൾ ഒരാളെ അധിക്ഷേപിക്കുന്ന രീതിയിൽ വിമർശിക്കുന്നത് ശരിയല്ല. അപ്പോൾ പ്രമോദ് നാണു എനിക്ക് ചെറിയ ചുവന്ന കാവ്യ ഹൃദയങ്ങളാണ് അയക്കുന്നത്. BJP അനുഭാവിയാണ് അപ്പോൾ കാവ്യ ഹൃദയങ്ങളാണ്. ശശിധരൻ 2562 എനിക്ക് ചുവന്ന ഹൃദയങ്ങളാണ് അയക്കുന്നത്. ഓക്കെ. അപ്പോൾ പൊളിറ്റിക്സ് അല്ല നിപ്പയെ പ്രതിരോധിക്കുന്നത് സമർത്ഥരായ ആരോഗ്യ പ്രവർത്തകരാണ് എന്നൊക്കെ പറയുന്നു. അദ്ദേഹം ആരോഗ്യ പ്രവർത്തകർക്ക് ആശംസകൾ നേരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്നോടൊപ്പം രതീഷ് മലയൻകീഴിൽ നിന്നാണ് വിളിക്കുന്നത്. രതീഷ്, ഹലോ. ഞാൻ പറയുന്നത് നമ്മളൊരു ആൾക്ക് ഒരു ഓപ്പറേഷന് ബന്ധപ്പെട്ട് ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി. അപ്പം ചെറിയ ട്യൂമറിന്റെ ഇതാണ് കാണിച്ചത്. അപ്പൊ അവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി സമയത്ത് അവിടെ IC ഒഴിവില്ല എന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി എങ്ങനെ അറിയാൻ പറ്റും? ആരോഗ്യവകുപ്പില് നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എങ്ങനെ റിപ്പോർട്ട് കിട്ടാൻ പറ്റും? IC ഒഴിവില്ലെന്നാണോ അവർ പറഞ്ഞത്? IC ഓപ്പറേഷൻ ചെയ്ത് ICയിലോട്ട് കിടത്താൻ ഒഴിവില്ലെന്നാണ് പറയുന്നത്. സ്വാഭാവികമായി അവരാണ് അതിന്റെ ഇത് തരേണ്ടത്. അവിടെ നിന്നാണല്ലോ അവര് ICU. ഒരു പേഷ്യന്റ് എന്റെ ഒരു ചേട്ടന്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ബന്ധപ്പെട്ടാണ് ഞാനത് പോയത്. അപ്പോഴേ അവിടെ ഡോക്ടർ പറഞ്ഞത് IC ഒഴിവില്ല, അപ്പൊ അവരെ അറിയിക്കാന്നാണ് പറയുന്നത്. അല്ല, അതില് നമുക്ക് വേറെ ജില്ലാ ആശുപത്രി ആരോഗ്യവകുപ്പിന്റെ മന്ത്രിയുടെ ഒരു ഓഫീസ് ഈ മെഡിക്കൽ കോളേജിൽ തുടങ്ങാൻ പറ്റുമെന്നൊന്ന് ചോദിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇത് വേണമെന്ന് അല്ലേ? വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് ആരോഗ്യവകുപ്പിന്റെ മന്ത്രി ബേസിക്കലി ഒരു ഓഫീസിൽ നമുക്ക് ആ റിപ്പോർട്ട് കൊടുക്കാം. ഇല്ല എന്ന് ഡോക്ടർ പറയുന്നത് 1 മാസത്തോളം ഞാൻ ഇതിന്റെ കേസ് MRI സ്കാനിങ് എടുക്കാനും മറ്റുള്ള കാര്യത്തിനെല്ലാം പോയി. അപ്പൊ അവിടെ എല്ലാ MRI സ്കാനിങ് റിപ്പോർട്ടുകളും സീനിയോറിറ്റി അനുസരിച്ച് കിട്ടിയുള്ളൂ നമുക്ക്. പിന്നെ ഇപ്പൊ ഓപ്പറേഷന് വേണ്ടി പറഞ്ഞപ്പോഴേക്കും അവർ പറയുന്നത് കഴിഞ്ഞാൽ ഈ IC ഒഴിവില്ല, IC ഒഴിവുള്ളപ്പോ അറിയിക്കാന്ന് പറയും. അതെങ്ങനെ ആരും അറിയിക്കും? ശരി, അപ്പൊ നമുക്ക് നോക്കാം അതെന്താ ചെയ്യാ. ഞാനും ഒന്ന് അന്വേഷിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ആരോഗ്യവകുപ്പിന്റെ മന്ത്രി ബേസിൽ പുതിയ മന്ത്രി ബേസിൽ ഒരു ഓഫീസ് അവിടെ തുടങ്ങിക്കുക. നമുക്ക് ഈ ഇങ്ങനെ വരുമ്പോഴേക്കും ഡോക്ടർ പറയുന്ന കാര്യം നമുക്ക് എഴുതി വാങ്ങിച്ച് അവിടെ കൊണ്ടു കൊടുക്കുക. ശരി, ഓക്കെ. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ അത് മനസ്സിലായി എനിക്ക്. ഓക്കെ. അപ്പോൾ ന്യായീകരിക്കുന്നവർ ഒരു കാര്യം ഓർക്കണം, വീണ ജോർജ് ഒരു വനിത എന്ന പരിഗണന പോലും അവർക്ക് നൽകിയിരുന്നില്ല എന്ന് പറയുന്നു. ഓക്കെ. അപ്പോൾ പൂക്കി സതീശൻ എന്ന് പറഞ്ഞതല്ല, അവർ തന്നെ സ്വയം വിളിക്കുന്നതാണ് ന്യൂജൻ എന്നാണ് ഗോളാന്തരം പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ കൃഷ്ണ എന്നോട് പറയുന്നത്, സാർ നമ്മുടെ കേരളത്തിൽ നിൽക്കുക എഞ്ചിനീയറിംഗ് കോളേജിൽ BTech കോഴ്സ് ടെക്നിക്കൽ PSC അപ്രൂവ്ഡ് അല്ല. ഈ പ്രശ്നം കൂടി കുട്ടികളുടെ ഭാവി തകർക്കും എന്നാണ്. നമ്മുടെ കേരളത്തിലെ മിക്ക എഞ്ചിനീയറിംഗ് കോളേജിലെയും BTech കോഴ്സുകൾ ടെക്നിക്കൽ PSC അപ്രൂവ് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത്. അതെന്താണ്? ഞാനൊന്ന് അന്വേഷിക്കാം കൃഷ്ണ. എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ വ്യക്തമായൊരു അറിവില്ല. പക്ഷേ അത് ചിലത് ഇല്ലെങ്കിൽ അതിനൊരു അപേക്ഷ കൊടുത്താൽ അത് അംഗീകരിച്ച് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചോദിക്കാം. അപ്പോൾ ഞാൻ ഷാജി ഭാസ്കർ എനിക്ക് നന്ദിയൊക്കെ പറയുന്നുണ്ട്. താങ്ക് യു. അപ്പോൾ എന്നാൽ ഈ ഗോളാന്തരം ഇത് വിടാനുള്ള തയ്യാറെടുപ്പില്ലെന്ന്. ഓക്കെ. അപ്പോൾ വിപിൻ വെളിയാട്ട് പറയുന്നു, നമസ്കാരം, ഞാൻ വിപിൻ വെളിയാട്ട്. ആരോഗ്യമന്ത്രിയും ഡിപ്പാർട്ട്മെൻറ്റും സംയുക്തമായി ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കണം എന്ന് എനിക്ക് സന്ദേശം അയക്കുന്നു. അപ്പോൾ നമ്മുടെ നാരായണൻ ശ്രീകണ്ഠാപുരത്തുണ്ട്. ശ്രീ നാരായണൻ, നമസ്കാരം. നമസ്കാരം.
അപ്പോ പ്രതിപക്ഷം പറയുന്നത് എന്താണെന്നല്ലേ സാർ ചോദിച്ചത്? പ്രതിപക്ഷം പറയുന്നത് ശരിയാണോ? സാറേ കറക്റ്റാണ് സാറേ. നമ്മളെ ഇവിടെ ഒരു ആശുപത്രി ഉണ്ട്. ആ ആശുപത്രിയിൽ രാത്രി ചികിത്സ തുടങ്ങിയതാ കഴിഞ്ഞ സർക്കാർ. ഇപ്പോഴ് അത് കംപ്ലീറ്റ് അത് മാറ്റി ഇടയ്ക്കിടെ മരുന്നില്ല. ചില സമയത്ത് ശ്രീകണ്ഠപുരം കൂട്ടുമുഖം CHSC എന്ന് പറഞ്ഞ ആശുപത്രി ഉയർത്തിക്കൊണ്ടുവന്ന ജനങ്ങളുടെയൊക്കെ ഇതുകൊണ്ട് അപ്പൊ അവിടെ ഓരോ മരുന്നുകൾ ഇടക്കിടക്ക് കുറഞ്ഞു പോയി. ഞാനൊരു പെൻഷനാണ്. ഞാനൊക്കെ കൃത്യമായിട്ട് ഒരു മാസത്തെ മരുന്ന് കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്നതാണ്. പിന്നെ പറഞ്ഞില്ലേ. അപ്പോ അങ്ങനെയുള്ള ആ ആശുപത്രിയിൽ നൈറ്റ് രാത്രി പാവങ്ങൾ കെണിഞ്ഞു പോയാല് ആശുപത്രിയിൽ പോയി പിന്നെ അപ്പൊ എന്തുകൊണ്ടാ വെച്ചാൽ പ്രൈവറ്റ് ആശുപത്രിക്ക് വേണ്ടിയിട്ടാണ് എടുത്തു കളഞ്ഞത്. പ്രൈവറ്റ് ആശുപത്രി ആളില്ലാതെ ഇങ്ങനെ പൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഗതി വന്നത്. അത് പൂട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ കുറേശ്ശെ ഈ പറയുന്ന ചില ആളുകളൊക്കെ ഈ രാഷ്ട്രീയം വരുന്നില്ലേ, അവർക്ക് ഒരു വസ്തു അറിയില്ല സത്യത്തിൽ. ചോദിച്ചു നോക്ക് നിങ്ങൾ. ഞങ്ങൾ മലയോര മേഖലയാണ്. പിന്നെ അത്ര ഇതാണ്. കാരണം പനി വ്യാപകമാണോ ശ്രീനാരായണൻ? പനിയുണ്ട് സാറേ, ഭയങ്കര പനി ഇതൊക്കെ ഉണ്ട്. കഫക്കെട്ട്, കുട്ടികൾക്കൊക്കെ ശ്വാസം മുട്ടൽ പോലെ തന്നെ ഉണ്ട്. അതിനൊക്കെ ഇഷ്ടം പോലെ മരുന്ന്. ഞങ്ങളൊക്കെ ജീവിതത്തിൽ പണ്ട് കുപ്പിവെള്ളം മരുന്നായിട്ട് തരുന്ന കാലത്ത് ഇപ്പൊ നല്ല കംപ്ലീറ്റ് കുപ്പി മുറുക്കിയിട്ടിരിക്കുന്ന മരുന്നുകള് അന്ന് വേണ്ട. എന്താ ആവി പിടുത്തം എല്ലാം കിട്ടുന്ന ഇത് പോട്ടെ. രാത്രി എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ട് അങ്ങ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഒരു ചെറിയ അപ്പോൾ ഷാജി എന്നോട് ചോദിക്കുകയാണ്, ഈ പ്രവീൺ ഇടയ്ക്കിടയ്ക്ക് ഇടവേള ഇങ്ങനെ എടുത്തിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത്. ഇതൊരു കമേഴ്ഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആണല്ലോ. നമ്മൾ പൊതുവേദിക്ക് നടുവിൽ ഇത്ര സമയം കമേഴ്ഷ്യൽസിന് മാറ്റിവെക്കാം എന്ന് ഉണ്ടല്ലോ. അപ്പോൾ അത് മാത്രമല്ല, ഒരു പ്രോഗ്രാമിൻ്റെ നടുവിൽ ഇടയ്ക്കിടയ്ക്കൊരു ഇടവേള അത് ആവശ്യവുമാണ്. അപ്പോൾ അത് പ്രവീണ ആളുകളെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതല്ല, അത് അതിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ശശിധരൻ കെ എന്നോട് പറയുന്നത്, ഞാൻ ശശിധരൻ പിള്ളയല്ല, ശശിധരൻ കെ ആണ്. ഞാൻ ശശിധരൻ കെ എഴുതിയ ഏതൊരു കമൻറ്റ് ശശിധരൻ പിള്ള എന്ന് പറഞ്ഞ് വായിച്ചു പോയി, ക്ഷമിക്കണം. ഓക്കെ, ഗോളാന്തരം ഈ തർക്കം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇനി അയാളുടെ കമൻറ്റ് വായിക്കില്ല എന്നാണ് ഞാൻ തീരുമാനിക്കുന്നത്. നല്ല കമൻറ്റുകൾ ഇടാൻ എന്ന് താങ്കൾ തയ്യാറാകും, ഇനി ഞാൻ അന്നേ വായിക്കുള്ളൂ. അപ്പോൾ പിന്നെ എന്നോട് NAN സെയ്ദ് പറയുന്ന, ഇടതുപക്ഷം മെജോറിറ്റിയുള്ള ഇടങ്ങളിൽ മാത്രം അവർ എല്ലാം സേഫാക്കും എന്നാണ് കണ്ടിട്ടുള്ളത് എന്ന് പറയുന്നു. അതുപോലെ എന്നോട് ഒപ്പം ശശിധരൻ കെ പറയുന്നത്, ശശിധരൻ പിള്ളയും തമ്മിൽ തെറ്റിപ്പോയി. അപ്പോൾ ശശിധരൻ പിള്ള എന്നോട് പറയുന്നത് മനുവിന് ഇലക്ട്രിക് സ്പീഡാണെന്ന്, വളരെ സ്പീഡിൽ പോകുന്നത്. ഇന്ന് ധാരാളം പ്രേക്ഷകരുള്ളതുകൊണ്ടാണ്, അപ്പോൾ ആളുകൾക്ക് കൂടുതൽ അവസരം കിട്ടും. ഞാൻ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലുള്ള ആളുകളുടെ പ്രതികരണമാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കും. അതായത് സുരേന്ദ്രൻ തൃശ്ശൂരിൽ നിന്ന് എന്നോടൊപ്പം ചേർന്നുണ്ട്. ശ്രീ സുരേന്ദ്രൻ കുറേ നാളായി പൊതുവേദിയിലേക്ക് വിളിച്ചിട്ട്. അപ്പോൾ സുരേന്ദ്രൻ, ചുരുങ്ങിയ വാക്കുകൾ. നമസ്കാരം. ഹലോ, നമസ്കാരം. കേൾക്കാമോ? കേൾക്കാം സാറേ. കെ മുരളീധരനെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണല്ലോ സുരേന്ദ്രൻ, നിങ്ങളെല്ലാവരും കൂടെ. അത് അദ്ദേഹം അതിന് മുന്നേ പറഞ്ഞിട്ടുള്ള വാക്കുകളെ കൊണ്ടാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു മന്ത്രി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത്, ഞാൻ കോവിഡ് ആണെന്ന് ആലോചിക്കുന്നത്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ശൈലജ ടീച്ചറും ആ ജില്ലയിലെ മന്ത്രിമാര് സുനിൽകുമാർ സാറൊക്കെ ആയിരുന്നു തോന്നുന്നു. 1:30 മണിക്ക് കണ്ടാന്ന് തോന്നുന്നു അന്ന് യോഗം ചേർന്ന് മെഡിക്കൽ കോളേജിലെ എല്ലാ ആളുകളും വെച്ച് തൃശ്ശൂർ കളക്ടറേറ്റിൽ വെച്ച് യോഗം ചേർന്ന്. കോവിഡ് ആണെന്ന് എന്റെ ഓർമ്മ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ ഒരു മന്ത്രി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര് അതേമാതിരി തന്നെ ഉയർന്ന് പ്രവർത്തിക്കാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും. ശൈലജ ടീച്ചർ അതെങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവിടെ പോയിട്ട് പഠിച്ചിട്ടില്ല. ഡോക്ടർമാരെ കൊണ്ട് അവരെ മനസ്സിലാക്കി അതിനുവേണ്ട എല്ലാ ഏകോപനങ്ങളും ഒരുമിച്ച് കൊണ്ടുവരികയാണ്. പിന്നെ നേരത്തെ സമയമില്ലാത്തതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ ഗുരുവായൂർ കേശവനെ പറ്റി പറഞ്ഞായിരുന്നു മുരളീധരൻ. പൂരത്തിന്റെ എഴുന്നള്ളിപ്പിന് കൊണ്ടുപോകാനല്ലോ. എഴുന്നള്ളിപ്പിനാണ് കേശവനായാലും തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനാണെങ്കിലും കുഴപ്പമില്ല. ഇത് പൂരത്തിന്റെ അല്ല. നിപ പ്രതിരോധത്തിനും കോവിഡ് അങ്ങനെയുള്ള വലിയ ഈ രോഗങ്ങൾ വരുമ്പോ ഗുരുവായൂർ കേശവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പൂരത്തിനല്ലേ പറ്റുള്ളൂ സാറേ. ഓക്കെ, താങ്ക് യു സാറേ. ഓക്കെ, അപ്പോൾ കെ മുരളീധരൻ ആരോഗ്യമന്ത്രി സ്ഥാനം ഇനി മതി എന്ന് വാശി പിടിച്ച് എന്തൊക്കെയോ തീർക്കാം, പേരെടുക്കാം, തിളങ്ങാം എന്നൊക്കെ വിചാരിച്ചാണ്. അത് ചെയ്യാൻ പറ്റില്ല. മെനക്കെടാം മുരളീധര ഓർമ്മയുണ്ടോ, മെനക്കെടണം മുരളീധര ഓർമ്മയുണ്ടോ താങ്കൾക്ക് എന്ന് ചോദിക്കുന്നത്. അത് ശരിയാണ്. കെ മുരളീധരൻ തനിക്ക് ആരോഗ്യവകുപ്പ് വേണം എന്നത് വളരെ ആവശ്യപ്പെട്ട് വാങ്ങിച്ചാണ്. അതിപ്പോൾ അദ്ദേഹത്തിന് പ്രതിസന്ധി ആയോ എന്നറിയില്ല. ആരോഗ്യവകുപ്പ് വന്നാൽ തന്നെ തലവേദനയാണ്. ആ പേര് വെളിപ്പെടുത്താൻ തയ്യാറാകാത്തവരുടെ കമൻറ്റുകൾ വായിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നോട് അജിത് കുമാർ മാറോളി പറയുന്നത്. ഞാൻ അങ്ങനത്തെ ചില നടപടികളിലേക്ക് കടക്കേണ്ടി വരും. അപ്പോൾ SKC സൗമ്യ എന്നോട് ഗുഡ് ഈവനിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മളൊപ്പം ഉണ്ട്. സൗമ്യ ശ്രീമതി സൗമ്യ നമ്മുടെ സ്ഥിരം പ്രേക്ഷകയാണ്, നമ്മുടെ പൊതുവേദിയിൽ എപ്പോഴും ഉള്ള ആളാണ്. അപ്പോൾ രാംമോഹൻ ആലപ്പുഴയിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാംമോഹൻ, ചുരുങ്ങിയ വാക്കുകളിൽ. സാറേ, ഒരു അബദ്ധം പറ്റി. നിപ്പയുടെ കാര്യം പറയാനല്ല വിളിച്ചത്.
ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ദിവസം സംസാരിക്കാം. ഓക്കെ, അപ്പോൾ സമയം ഇങ്ങനെ അതിക്രമിക്കുന്നുണ്ട്. രാജേഷ് തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ രാജേഷ്, നമസ്കാരം സാർ. ഹലോ സാർ, നമ്മൾ നിലവില് നമ്മുടെ ആരോഗ്യസ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ വിളിക്കുന്ന ട്രിവാൻഡ്രം ജില്ലയില് നെടുമങ്ങാട് താലൂക്കില് ഇവിടെ PHC സെന്റർ ഉണ്ട്. നിലവിൽ ഈ ഒരു 10-15 വർഷമായിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ നല്ല മോടി പിടിപ്പിച്ച് നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ മതിയായ ഡോക്ടർമാരില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ രീതിക്ക് ഒരു ഫ്യൂറോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പോലും ഇവർ തയ്യാറില്ല. ഫസ്റ്റിലെ ഇവർ പ്രിഫർ ചെയ്യുന്ന മെഡിക്കൽ കോളേജാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജാണ്. അതുപോലെ തന്നെ നെടുമങ്ങാട് ഹോസ്പിറ്റൽ ഒരു ജില്ലാ ഹോസ്പിറ്റലാണ്. അതിന് താലൂക്ക് ഹോസ്പിറ്റൽ ഈ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഹോസ്പിറ്റലാണ്. പക്ഷെ അവിടെ പോലും ചികിത്സാ രീതിയോ ബന്ധപ്പെട്ട ചികിത്സയും കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതാണ് ഇവിടെ നിലവിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ ഒരു 10 വർഷമായിട്ട് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെന്തെങ്കിലും ഒരു മാറ്റം വരണമെന്നാണ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. രഘുനന്ദനൻ കൊല്ലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രഘുനന്ദനൻ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്. ശ്രീ രഘുനന്ദനൻ, കുറേ നാളായി അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ട്. ഓക്കെ, ടെലിഫോണിൽ പക്ഷേ കിട്ടിയുമില്ല. ഓക്കെ, ഞാൻ മടങ്ങി വരാം. അപ്പോൾ സുനിൽ ജയകുമാർ എന്താണ് എന്ന് ഇത് എല്ലാവരും നല്ല കലിപ്പിലാണല്ലോ എന്നൊക്കെ എന്നോട് ശശിധരൻ പിള്ളയെ ചോദിക്കുന്നു. പ്രൈം ടൈം ഡിബേറ്റ് നടക്കുന്നതിനിടയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചായ കുടിക്കുന്നത് കാണാം. അതിഥികളുടെ മുമ്പിലിരുന്ന് ഇങ്ങനെ ചായ കുടിക്കുന്നത് ശരിയാണോ? ഇടവേള സമയത്ത് പോരെ എന്നാണ്. എനിക്ക് തോന്നുന്നു ചായ ആയിരിക്കില്ല കേട്ടോ, ചിലപ്പോൾ ഈ ചൂടുവെള്ളമായിരിക്കും. പല ആളുകളും ഈ ഇതിൻ്റെ ഇടയിൽ ചായ കുടിക്കുക അല്ലെങ്കിൽ ഇന്ന് ചൂടുവെള്ളം കുടിക്കുന്നുണ്ട്. അതിൻ്റെ 2 കാരണങ്ങൾ കൊണ്ടാണ്. പല ആളുകളും ചെറിയ ചുമയും തൊണ്ടവേദനയൊക്കെ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ ഇതൊരു അടച്ച മുറിയാണല്ലോ. അപ്പോൾ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും വീണ്ടും ഇതിൻ്റെ AC-യും ഇവിടുത്തെ എക്യുപ്മെൻറ്റ്സിന് വേണ്ട അത്രയുള്ള ടെമ്പറേച്ചറിലുള്ള AC-യൊക്കെയാണ്. അപ്പോൾ നമുക്ക് തണുപ്പടിക്കും. അപ്പോൾ ചില ആളുകൾ ഈ തണുപ്പിൻ്റെ കൂടെ തണുപ്പാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചൂടുവെള്ളം കുടിച്ച് അവർ അത് മാനേജ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ച് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ പലരും ചെയ്യുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചായ അല്ലാതെ വേറൊരാൾ അപ്പുറത്തിരിക്കുമ്പോൾ അവരെ നോക്കി ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കാൻ സാധ്യതയില്ല. വെള്ളമായിരിക്കും. അവർ ചോദിച്ച വെള്ളം അവർക്കും വെള്ളം കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ചർച്ചയ്ക്ക് ആരെങ്കിലും വരുമ്പോൾ അവർക്കും വേണമെങ്കിൽ ഇതിനിടയിൽ വെള്ളം ചോദിച്ചാൽ കൊടുക്കാറൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പലരും ചോദിക്കാറുണ്ട് ചൂടുവെള്ളം കിട്ടുമെന്ന്. അപ്പോൾ അതിന് വേണ്ടൊരു സംവിധാനം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് ബോബി ശ്രീ ബോബി. ഓക്കെ, ഞാൻ ബോബിയിലേക്ക് വരാം. പരമേശ്വരൻ തൃശ്ശൂരിൽ നിന്നും കൂടി എന്നോടൊപ്പം ഉണ്ട്. ശ്രീ പരമേശ്വരൻ, ബോബി കട്ടാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഏതായാലും എന്നോട് പല ആളുകളും പറയുന്നത് ഈ പേര് വെളിപ്പെടുത്താത്ത ആളുകളുടെ കാര്യത്തിൽ ഉള്ള പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. ഇന്നത്തെ പൊതുവേദി അവസാനിപ്പിക്കാൻ എത്രയും വേഗം സമയമായാൽ മതിയായിരുന്നു എന്ന് എനിക്ക് വെക്കാതായിരുന്നു. ഓക്കെ, എന്തോ പറ്റി. ഓക്കെ, സാരമില്ല. പല കാര്യങ്ങളും താങ്കൾ തെറ്റിദ്ധരിച്ചാണ് സംസാരിക്കുന്നത് എന്ന് മണിമലയെ കാണാനില്ലെന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സമയം നമുക്കിങ്ങനെ അതിക്രമിച്ചു കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഷാജി മോശം പറഞ്ഞു. ഇല്ല, ഞാനത് സമ്മതിക്കില്ല. കാരണം ഷാജി ആണ് പൊതുവേദിയിൽ ആദ്യമായി സഭ്യമായ ഭാഷയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നും പ്രത്യേകിച്ച് കമൻറ്റുകളുടെ ഇടയിലുമൊക്കെ ചർക്കുന്നുണ്ട് എന്നൊരു നിലപാട് ആദ്യം തന്നെ പറഞ്ഞത്. ആ നിലപാടിലേക്ക് എല്ലാവരും വരണമെന്നാണ് എനിക്കും പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് എനിക്ക് യാതൊരു യോജിപ്പില്ല. ഞാനും ഷാജിയും തമ്മിൽ രാഷ്ട്രീയപരമായി എത്രയോ സംവാദങ്ങൾ, തർക്കങ്ങൾ, ഒച്ചയും ബഹളവും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും എന്നോട് സഭ്യമല്ലാത്ത ഒരു വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല. ഞാനും അങ്ങോട്ട് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ. അപ്പോൾ അത് നമുക്കൊരു ഇതാകണം. നമ്മളെ ഒരാൾ എന്ത് പറഞ്ഞാലും അതിന് തിരിച്ച ഭാഷ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പൊതുവേദിയുടെ ഇടയിൽ കമൻറ്റുകളിൽ നമ്മളിത് വളരെ ജാഗ്രത പുലർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ഉണ്ണികൃഷ്ണൻ പാലക്കാട് നിന്നാണ് ചേരുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ പാലക്കാട് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഉണ്ണികൃഷ്ണൻ ടെലിഫോണിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് റേഞ്ച് കിട്ടുന്നില്ല. അല്ലേ, റേഞ്ച് കിട്ടുന്നില്ല. റേഞ്ച് കിട്ടുന്നില്ല. അങ്ങ് പറയുന്നത് ഇവിടെ കേൾക്കാൻ പറ്റുന്നില്ല. ശരി, അപ്പോൾ സാരമില്ല, നമുക്ക് അടുത്ത ദിവസം വീണ്ടും സംസാരിക്കാം. എനിക്ക് സമയം ഇങ്ങനെ കുറവാണ്. ആരോഗ്യ സെക്രട്ടറിയെ ഈ അവസരത്തിൽ മാറ്റിയത് വേണ്ടായിരുന്നു എന്ന് എന്നോട് ശശിധരൻ എനിക്ക് മെസ്സേജ് അയക്കുന്നു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ, താങ്ക് യു എവരിബഡി എന്ന് ശശിധരൻ പിള്ള പറയുന്നു. അപ്പോൾ ഞാൻ ഈ വിഷയം യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഞാൻ അവരോട് ചോദിച്ചത് ഏകോപനമില്ല എന്ന ആരോപണം ശരിയാണെന്ന്. പക്ഷേ 71% ആളുകളും ഏകോപനമില്ല എന്ന ആരോപണം ശരിയല്ല എന്ന നിലപാടാണ് എടുക്കുന്നത്. 29% ആളുകൾ മാത്രമാണ് ഏകോപനം ഇല്ല എന്ന ഒരാക്ഷേപം മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പകർച്ചവ്യാധികൾക്കെതിരായ പോരാട്ടം ഒരിക്കലും എളുപ്പമല്ല.
പക്ഷേ നിപ്പ എന്ന വൈറസിനെ മുമ്പ് കേരളം നേരിട്ടിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെയും ഭരണ സംവിധാനങ്ങളുടെയും ജനങ്ങളുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ ആ വെല്ലുവിളികളെ അതിജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അനുഭവവും ആത്മവിശ്വാസവും നമുക്കുണ്ട്. ഇന്ന് അതേ ജാഗ്രതയും അതേ പ്രതിബദ്ധതയും അതേ ഐക്യവും ആവശ്യമാണ്. ആരോപണങ്ങളും വിമർശനങ്ങളും രാഷ്ട്രീയ നേട്ടങ്ങൾക്കാകരുത്, മറിച്ച് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാകണം. ഇത് കേരളത്തിൻ്റെ പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ ജയിക്കേണ്ടതും കേരളം തന്നെയാണ്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.